തുടങ്ങിക്കും. ഓക്കെ. ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സംഗീത ലോകത്തേക്ക് സാബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിലെത്തിയ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത് നമ്മുടെ ഒരു വലിയൊരു ഗായകനെയാണ് നമ്മൾ ഇന്ന് ഓർമ്മിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ പാട്ടുകൾ എടുത്ത് പാടുക എന്നതിലുപരിയായിട്ട് നമ്മൾ എന്താ ഇന്ന് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മകളാണ് നമ്മൾ. അദ്ദേഹം പാടി വെച്ച ഒരുപാട് ഗാനങ്ങൾ മലയാളത്തിന് സംഭാവന ചെയ്ത ഒരുപാട് മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനങ്ങള്, നിങ്ങൾക്ക് ഒരു പാട്ട് അദ്ദേഹത്തിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കാം. അതോടൊപ്പം പാടുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഒരു അനുഭവം കൂടി അതിന്റെ കൂടെ രണ്ടു വരിയും കൂടി പറയുമ്പോഴാണ് അത് കുറച്ചും കൂടി അതിനൊരു എന്താ പറയാ, ഒരു ഫലപ്രാപ്തി വരും. അല്ലെ, ഞാൻ എന്തുകൊണ്ട് ജയേട്ടന്റെ പാട്ട് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു, നമ്മുടെയൊക്കെ ജീവിതത്തോട് ഓരോ സന്ദർഭത്തോടും ചേർത്ത് വയ്ക്കാവുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് മലയാളികൾക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. അപ്പൊ ആ പാട്ടുകളൊക്കെ ഇന്നിവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ ഇവിടെ നിന്ന് യാത്രയായിട്ടുള്ളൂ. അദ്ദേഹം പാടി വെച്ച മനോഹരമായിട്ടുള്ള ഗാനങ്ങളൊക്കെ ഇന്ന് നമുക്ക് നിൽക്കും. നമ്മുടെ എല്ലാ വികാരങ്ങളിലും അദ്ദേഹത്തിന്റെ പാട്ടുകളുണ്ട്. അപ്പൊ ആ പാട്ടുകളൊക്കെ നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ എങ്ങനെ ചേർത്ത് വെക്കുന്നു, ആ ഒരു അനുഭവം കൂടിയാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ കുറെ പാട്ടുകൾ എടുത്തിട്ട് അത് എല്ലാവരും പാടുക എന്നുള്ളതിന് ഉപരിയായിട്ട്. അപ്പൊ നമുക്കറിയാം, ജയേട്ടനെ കുറിച്ച് അറിയാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടി റിലേറ്റഡ് ആവുന്നത് എന്നുള്ളത്, ഞങ്ങളൊക്കെ ജയേട്ടൻ എന്ന് വിളിക്കാം. ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയാണ് എന്റെ സ്വദേശം. ജയേട്ടന്റെ സ്വദേശവും ഇരിങ്ങാലക്കുട തന്നെയാണ്. ഇവിടെയാണ് പഠിച്ചു വളർന്നതൊക്കെ. അദ്ദേഹം പഠിച്ചു വളർന്നത്. ജനിച്ചത് ചേന്നമംഗലത്താണ്. ആണെങ്കിൽ കൂടെയും സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ട് കോളേജ് വിദ്യാഭ്യാസ കാലം വരെ ഇവിടെ ഇരിങ്ങാലക്കുടയാണ് ജനിച്ചത് വളർന്നത് ആള്. അപ്പൊ അതുകൊണ്ടാണ് കുറച്ചും കൂടി നമ്മളുടെയൊക്കെ ഹൃദയത്തോട് കുറച്ച് അടുത്ത് നിൽക്കുന്നത് അദ്ദേഹം. അപ്പൊ ഈ ഒരു സവിശേഷ ദിനത്തിൽ അദ്ദേഹം മരിച്ച് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞ ജനുവരി 9-നാണ് അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. ആകസ്മികമായിരുന്നു, അസുഖാവസ്ഥയിലായിരുന്നു. പക്ഷെ ഒരിക്കലും ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ആരും വിചാരിച്ചില്ല. എന്താണ് അതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം സംഗീത ലോകത്തേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപ് വരെ വളരെ സജീവമായി ഇൻഡസ്ട്രിയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്. ആ 2025-ലും അദ്ദേഹം ഒരുപാട് മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ കടന്നുപോയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഇന്നത്തെ ഈ വിശിഷ്ട ദിനത്തിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാനുള്ളത്, 6 പതിറ്റാണ്ട് കാലത്തോളം മലയാളിയുടെ സംഗീത ആസ്വാദനത്തെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിച്ച ആ ഭാവ ഗായകനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ 1966-ലാണ് സിനിമയിൽ പാടുന്നത്. ഒരു മുല്ലപ്പൂ മാലയുമായി എന്നുള്ള ഒരു ഗാനത്തിലൂടെയാണ് സംഗീത രംഗത്തേക്ക് ചുവട് വെച്ചതെങ്കിലും, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ് കളിത്തോഴൻ എന്നുള്ള സിനിമയിലെ ദേവരാജൻ മാഷി ഇണം പകർന്ന മഞ്ഞലയിൽ മുങ്ങിത്തോർത്തിയാണ് അദ്ദേഹത്തെ ഏറെ പ്രസിദ്ധനാക്കിയത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു അനുരാഗ ഗാനം പോലെ എന്നുള്ള ഒരു ഗാനമുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരനായ യൂസഫ് അലി കച്ചേരിയാണ് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഉദ്യോഗസ്ഥ എന്നുള്ളൊരു ചലച്ചിത്രത്തിൽ MS ബാബുരാജ് മഹാനായിട്ട് ഈണം പകർന്നു. അതുപോലെ തന്നെ അതിന് വരികൾ എഴുതിയത് യൂസഫ് അലി കച്ചേരിയാണ്. അനുരാഗ ഗാനം പോലെ എന്നുള്ള മനോഹരമായ ഗാനത്തിലൂടെയാണ് മലയാളികളുടെ മനസ്സിലൊക്കെ അനുരാഗത്തിന്റെ ആ തലം ഒന്ന് ഉയർത്തിയത്. അപ്പൊ ആ ഒരു ഗായകനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിശ്ചലായിട്ടുള്ള വിണ്ണിലെ സുധാകരനായി മാറിക്കഴിഞ്ഞ ഒരു ധനുമാസ ചന്ദ്രൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അനുരാഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ആരു നീ ദേവതേ. അപ്പൊ മലയാളി മനസ്സുകളെ തൊട്ടുണർത്തുന്ന ഒരുപാട് നല്ല ഗാനങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ആ അനുരാഗ ഗാനത്തിൽ ആ കാമുക ഭാവമൊക്കെ ശരിക്കും ആ വരികളിലൂടെയും അത് എന്താണോ കവി ഉദ്ദേശിക്കുന്നത് അതിന് യഥാർത്ഥമായിട്ടുള്ള ഭാവം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഓരോ വാക്കുകളിലും വരികളിലും
കവി എന്താണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ആ ഭാവത്തെ പൂർണ്ണമായി ആസ്വാദകരിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹം നടത്തിയ ഒരു ശ്രമമാണ് നമുക്കെല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമായത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ യേശുദാസിനെ നമ്മൾ ഗാനഗന്ധർവൻ എന്ന് വിളിച്ചപ്പോൾ ജയേട്ടനെ നമ്മൾ ഭാവഗായകൻ എന്നാണ് വിളിച്ചത്. ആ എല്ലാത്തിനും ഭാവമാണല്ലോ, ഒരു ഗാനത്തിന്റെ ഭാവം എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനം. അത് ശ്രോതാക്കളിലേക്ക് എത്തിക്കുവാനായിട്ട് അദ്ദേഹത്തിന് അപാര സിദ്ധിയായിരുന്നു. ഒരു പ്രത്യേക തരം വിഭാഗം ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ആരാധകരായിട്ടുള്ളത്. ആരാധകരെന്ന് പറഞ്ഞൊരു അവർക്കതൊരു ഭ്രാന്ത് എന്നൊക്കെ പറയാം. അതുപോലെയാണ് ജയേട്ടന്റെ ചില പാട്ടുകൾ അവർ ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെയൊക്കെ അത് പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സംഭവം. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. യേശുദാസ് കത്തി ജ്വലിച്ചു നിന്നിരുന്ന ഒരു കാലത്തായിരുന്നു അദ്ദേഹം വന്നിരുന്നത് അല്ലെ. യേശുദാസ് എന്നൊരു മഹാമേരു അല്ലെങ്കിൽ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ വേറെ ആൽമരം അല്ലെങ്കിൽ മരങ്ങളൊന്നും വളരില്ല എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇതങ്ങനെയല്ല. അവിടെയും അദ്ദേഹം കത്തി ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് തൻ്റെതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്തി അവിടെ തന്റെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല അത് നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. 1966 തൊട്ട് 2024 വരെ അദ്ദേഹം ഈ സബര്യ തുടരുന്നു. അതായത് ഏകദേശം 6 പതിറ്റാണ്ട് കാലത്തോളം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. സാധാരണമായി നമ്മൾ 66 വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 80-90 നിന്ന് വിട പറയേണ്ട സമയമായിരുന്നു. പക്ഷെ ഇത്രയും കാലം സജീവമായിട്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു രംഗത്ത് നിലനിന്നത്. അത് യേശുദാസിന് പോലും പറ്റിയിട്ടില്ല എന്നുള്ള സാധനം. കാരണം യേശുദാസ് ഇപ്പൊ കുറെ നാൾ പിന്നെ സംഗീത രംഗത്ത് നിന്നെല്ലാം വിട്ട് അമേരിക്കയിലൊക്കെ പോയി അവിടെയൊക്കെ താമസിച്ചു. അപ്പൊ എല്ലാ വർഷവും അദ്ദേഹം പാട്ടൊന്നും പാടിയിട്ടില്ല. ഇപ്പൊ ഒരു അടുത്ത കാലത്തായിട്ട് പാട്ടൊന്നും പാടിയിട്ടില്ല. വളരെ അപൂർവം പാട്ടുകളെ പാടിയിട്ടുള്ളൂ. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം എല്ലാ വർഷത്തിലും ഹിറ്റുകളാണ് അദ്ദേഹം സമ്മാനിച്ചത്. എല്ലാ വർഷവും അദ്ദേഹം പാട്ടുകൾ ഉണ്ടായിരുന്നു, ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഇൻഡസ്ട്രിയിൽ നിന്ന ഒരാൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വേറെ ഒരാളുണ്ടോ എന്ന് സംശയമാണ്. 6 പതിറ്റാണ്ടുകളോളം അദ്ദേഹം ഉണ്ടായിരുന്നു മലയാളികൾ. അപ്പൊ ഹൃദയകാരിയായ ഒരുപാട് ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം നമുക്ക് നല്ല ഗാനങ്ങൾ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ വികാരങ്ങളിലും. ഇപ്പൊ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം പാടിയിരുന്നത് MGRന് വേണ്ടി, ശിവാജി ഗണേശന് വേണ്ടി, സത്യമാഷിന് വേണ്ടി, പ്രേം നസീറിന് വേണ്ടി അദ്ദേഹം പാടിയിരുന്നു. പിന്നെ അതിനുശേഷം വരുന്ന രണ്ടാമത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം പാടിയത്. സോമൻ, അതുപോലെ തന്നെ സുകുമാരൻ, അവർക്ക് വേണ്ടി പാടിയിരുന്നു. പിന്നീട് അവരുടെ ശേഷം വരുന്ന മമ്മൂട്ടി, മോഹൻലാൽ അവർക്ക് വേണ്ടി പാടുന്നു. പിന്നെ അതിനുശേഷം മമ്മൂട്ടിയുടെ മക്കള് ദുൽഖർ സൽമാൻ, ജയസൂര്യ, അതുപോലെ തന്നെ കുഞ്ചാക്ക ബോബൻ ആ തലമുറയ്ക്ക് വേണ്ടി പാടുന്നു. 4 തലമുറകൾക്ക് വേണ്ടി അദ്ദേഹം പാടിയിരുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ്. അതും ആ ശബ്ദമാധുര്യത്തിന് ഒട്ടും ഒരു കുറവും സംഭവിക്കാതെ. അതാണ് ഏറ്റവും രസം. 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ പാട്ട് പാടിയത്. കൗമാരക്കാരന് വേണ്ടി ഓലഞ്ഞാലി കുരുവി എന്നുള്ളൊരു പാട്ട് പാടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. 16 വയസ്സുള്ള ഒരു നായകന് വേണ്ടിയിട്ടാണ് 72ാമത്തെ വയസ്സിൽ അദ്ദേഹം പാടിയത് ഓലഞ്ഞാലി കുരുവി. ഓലഞ്ഞാലി കുരുവി ആ പാട്ട് പാടിയത്. അതുപോലെ തന്നെ 76ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഈ ഒരു പാട്ട് പാടിയത്. പൊടിമീശ മുളയ്ക്കണ കാലം എന്നുള്ളൊരു മനോഹരമായിട്ടുണ്ട്. നമ്മളെല്ലാരും കേട്ടണം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം, പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്, അന്നാ വഴി വരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്, അവൾ ക്രിസ്ത്യാനി പെണ്ണ്. പൊടിമീശ മുളയ്ക്കണ കാലം. അതിന്റെ സംഗീത സംവിധായകൻ നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ് ആനന്ദ് മേനോൻ എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ സംഗീത സംവിധായകൻ. അപ്പൊ ആദ്യകാലത്ത് അദ്ദേഹം ഭാസ്കരൻ മാഷ്, കവികൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭാസ്കരൻ മാഷ് മുതൽ ഏറ്റവും പുതിയ തലമുറയിലെ ഹരിനാരായണൻ വരെ, ഏറ്റവും പുതിയ തലമുറ ഗാനരചയിതാവാണ് ഹരിനാരായണൻ. അദ്ദേഹം വരെയുള്ള ആളുകളുടെ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീത സംവിധായകർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിദംബരനാഥ്, ഏറ്റവും ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ചിദംബരനാഥ്. ചിദംബരനാഥ് മുതൽ ഈ ആനന്ദ് മേനോൻ 2020 16 വന്ന ആനന്ദ് മേനോൻ വരെയുള്ള സംഗീത സംവിധായകരുടെ കൂടെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു ഗ്യാപ്പ്. അത്രയും കൂടുതൽ ആൾക്കാരുടെ കൂടെ അദ്ദേഹം പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സന്തോഷത്തിലും സന്താപത്തിലും വിരഹത്തിലും പ്രണയത്തിലും ഭക്തിയിലും ഇണക്കത്തിലും പിണക്കത്തിലും ഒക്കെ ചേർത്ത് പിടിക്കലിലും ഒക്കെ അദ്ദേഹത്തിന്റെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ,
ഇന്നെന്താണ് ഉറക്കമില്ലേ, ഉറക്കമില്ലല്ലേ. പിണങ്ങിയിരിക്കുന്ന പ്രിയസഖിയുടെ പ്രിയതമയുടെ അടുത്ത് വന്ന് ജയേട്ട ഇങ്ങനെ കാതിൽ കാതരയായിട്ട് ഇങ്ങനെ പാടുമ്പോൾ ആ പിണക്കൊക്കെ മാറില്ലേ മേഡം, രമാദേവി മേഡം? ഇല്ലേ? ആ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോ തീർച്ചയായിട്ടും. യെസ് യെസ്. അപ്പൊ അതുപോലെ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്തിയ ഗാനങ്ങളാണ് നമുക്ക് കൂടുതലും അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ 1944 അദ്ദേഹം, ഞാൻ നേരത്തെ പറഞ്ഞു, ചേന്നമംഗലത്ത് പാലിയത്ത് തറവാട്ടിലാണ് ജനിച്ചത്. പിന്നെ അതിനുശേഷം ഇരിങ്ങാലക്കുടയിലേക്ക് വന്നു. ഇവിടെ നാഷണൽ ഹൈസ്കൂളിലാണ് സ്കൂളിലാണ് പഠിച്ചത്. അവിടെ വെച്ചാണ് രാമനാഥൻ മാസ്റ്റർ എന്നുള്ള അദ്ദേഹത്തിന്റെ ഗുരു രാമനാഥൻ മാസ്റ്റർ ആണ്. അദ്ദേഹം ബാലസാഹിത്യകാരനാണ്. അപ്പൊ അദ്ദേഹമാണ് ജയനെ കണ്ടെത്തിയത്. ഒരു സയൻസ് ക്ലബിന്റെ ഒരു മീറ്റിങ്ങിന് ഇദ്ദേഹം പാടിയപ്പോഴാണ് നമ്മുടെ സ്കൂളിൽ പുതിയൊരു ഗായകനുണ്ട് എന്നുള്ള കാര്യം അറിയാം. അങ്ങനെയാണ് 1956 ആദ്യത്തെ യുവജനോത്സവത്തില് യേശുദാസും ജയചന്ദ്രനും ഒരുമിച്ച്, ഇന്നിപ്പോ തൃശ്ശൂർ യുവജനോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. 4 മണിക്ക് അതിന്റെ സമാപനം കഴിഞ്ഞു. കണ്ണൂരാണ് ചാമ്പ്യന്മാർ എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ യുവജനോത്സവം നടന്നത്, അതിൽ ശാസ്ത്രീയ സംഗീതത്തിന് യേശുദാസിനും അതുപോലെ തന്നെ ലളിതഗാനത്തിന് ഇദ്ദേഹത്തിനുമാണ് സമ്മാനം കിട്ടിയത്. ജയചന്ദ്രനുമാണ് സമ്മാനം. 1ാം സ്ഥാനം യേശുദാസിനും, 2ാം സ്ഥാനം ജയചന്ദ്രനും. ജയചന്ദ്രൻ ഇത് കൂടാതെ മൃദംഗത്തിലും പങ്കെടുത്തു. എന്നിട്ട് അവസാനത്തില് 1ാം സ്ഥാനക്കാർ കിട്ടിയ 1ാം സ്ഥാനം നേടിയ ആളുകൾ അവതരിപ്പിച്ച ഒരു പരിപാടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. യേശുദാസ് പാടുന്നതും ജയചന്ദ്രൻ മൃദംഗം കൂട്ടുന്നതും 1956. അതിനുശേഷം അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് വന്ന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, നമ്മുടെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള കോളേജ് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ്, അവിടെയാണ് BSc പഠനം പൂർത്തിയാക്കി പിന്നീട് മദ്രാസിലേക്ക് പോയത്. പ്യാരി ആൻഡ് പ്യാരി കമ്പനിയിലൊക്കെ ജോലി ചെയ്യാനായിട്ട് പോയി. അവിടെ വെച്ച് വീണ്ടും യേശുദാസിനെ കണ്ടുമുട്ടുന്നു. അവര് പാട്ടൊക്കെ പാടി നടക്കുന്നു. അന്നൊന്നും ഈ ലെവലിലായിട്ടില്ല, യേശുദാസൊന്നും അത്ര ആയിട്ടില്ല. അപ്പൊ ഒരു സിനിമ, രാത്രി സെക്കൻഡ് ഷോ സിനിമകളൊക്കെ കണ്ട് ഒരുമിച്ച് സൈക്കിളിൽ ഷാജഹാൻ എന്നുള്ള ഒരു സിനിമയിൽ കണ്ട് അതിലത്തെ പാട്ടുകളൊക്കെ പാടി പോകുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. അപ്പൊ ആദ്യകാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുല്ല പൂമാലയുമായി എന്നാണ്. പിന്നീടാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന് വരുന്നത്. അതിനുശേഷം പിന്നെ ഒരുപാട് തമിഴ്, തെലുങ്ക് ഭാഷകളിലൊക്കെയായി ഒരുപാട് 16,000-ഓളം ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. അപ്പൊ യേശുദാസ് എന്നൊരു മഹാഗായകൻ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ നിർഭയത്തോടെ നിസ്സങ്കുചത്തോടെ വന്ന് ഈ ഇൻഡസ്ട്രിയിൽ ചുവടുറപ്പിച്ച ഒരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധം എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വരമാധുരി തന്നെയാണ്, അല്ലെ? കാലം അതിന്റെ കറുത്ത കരങ്ങൾ കൊണ്ട് ലീലയായി ഒന്നുപോലും നോവിക്കാത്ത ഒരു സ്വരമാധുരിയായിരുന്നു ജയേട്ടന്റെ ശബ്ദം, അല്ലെ? അദ്ദേഹം 83-ാമത്തെ വയസ്സിലും പാടുമ്പോഴും അദ്ദേഹം ഒരു കൗമാരക്കാരന്റെ ശബ്ദത്തിലാണ് അദ്ദേഹം പാടിയിരുന്നത്. വയസ്സാകും തോറും അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് കൂടുതൽ ഭംഗി വരിക, സൗന്ദര്യം വരികയായിരുന്നു ഏറ്റവും വലിയൊരു കാര്യമെന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളുമായിട്ടുള്ള എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഇഷ്ടമുള്ള ഒരു പാട്ട്, അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചു പോകാം. ഇനി ആരെങ്കിലും ഒരാള് ഒരു ജേട്ടനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാം, നമുക്ക് ആ രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാം. സാബു സാർ. പറഞ്ഞോളൂ. ഏതാണ് ആദ്യം ഒരു പാട്ട് പാടും? അല്ല പറയണ്ട, അല്ല സാറിനായിട്ടുള്ളൊരു അദ്ദേഹത്തിന്റെ പാട്ടുകളായിട്ടുള്ളൊരു കാര്യം പറയാ. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും പറയാം, രണ്ടും ഒരു പാട്. എല്ലാവരും അവരുടെയായിട്ടുള്ള ചോയ്സാ കൊടുക്കുന്നത്. നമ്മൾ കുറച്ച് പാട്ട് പാടാൻ പറയണ്ട. സാറിന് ഇഷ്ടമുള്ള തീർച്ചയായിട്ടും. വളരെ പാട്ടുകളുടെ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് നൽകിയ, തീർച്ചയായിട്ടും അത്രമാത്രം നമ്മുടെ മനസ്സിനെ ആകർഷിച്ച ഒരാൾ തന്നെയാണ് പി ജയചന്ദ്രൻ. ഒത്തിരി പാട്ടുകളുണ്ട്. ഒരു പാട്ട് ഞാൻ നാലുപേര് പാടാം. സന്ധ്യക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. വി ദക്ഷിണാമൂർത്തിയുടെ മ്യൂസിക്കും അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ജയേന്ദ്രൻ പാടിയതാണ്. മായ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ്റെ മനോഹരമായ ഒരു പാട്ടാണിത്. ഓക്കെ, ഇനി അടുത്ത് ആർക്കെങ്കിലും പറഞ്ഞോളൂ. അതിൽ തന്നെ ഒരു പാട്ടുണ്ട്, ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ടിൽ മനോഹരമായിട്ട് മറ്റൊരു തിരുവാഭരണം ചാർത്തിയുറങ്ങും.
തിരുവാഭരണം ചാർത്തിയുറങ്ങും തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞ ഞാൻ ആ കൂട്ടുകെട്ട് പറഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അടുത്ത് പാടിക്കോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങളുടെ അതെ, അനുഭവങ്ങൾ ഞാൻ പറഞ്ഞ് ഒരു രണ്ടുപേര് പറയാം പാടിക്കോളൂ. പറയാം പറയാം ഓക്കെ. യെസ്. ജയേന്ദ്രൻ ഗായകനായിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് ഭാവങ്ങൾക്കുള്ള ഗാനം, സാധാരണക്കാരന് ആസ്വദിക്കാൻ പറ്റുന്ന, സാധാരണക്കാരന് ഇപ്പോൾ യേശുദാസിനെ പറ്റി പറയുകയാണെങ്കിൽ യേശുദാസിന് ക്ലാസിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതുകൊണ്ട് കുറച്ച് സ്റ്റാൻഡേർഡ് കൂടുതലായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എങ്കിലും സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് പാടാൻ പറ്റുന്നതും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ടുകളാണ് പിന്നെ ജയേന്ദ്ര പാടിയിട്ടുള്ളത്. എല്ലാ ഗാനങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന് പറഞ്ഞ ഫിലിമുണ്ട്. അതിൽ ജയേന്ദ്ര പാടിയ ഒരു പാട്ട്, അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം. പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഗാനമേ നിൻപരാഗഭാവം താമര തനുവായി ഇതളിട്ടുണരും താളലയങ്ങൾ, ഇതളിട്ടുണരും താളലയങ്ങൾ ഈറൻ പൂന്തുകിലായി. രതിയോ രാഗനദിയോ നീ സുഖ രംഗസോപാനമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഓമനേ നിൻ മന്ദഹാസം പൂനീല കുളിരാ, കുങ്കുമമണിയും ലോലകപോലം, കുങ്കുമമണിയും ലോലകപോലം സന്ധ്യാ മലരികളായി. മധുവോ പ്രേമനിധിയോ നീ സുഖ സ്വർഗവാസന്തമോ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഇനി ആരടുത്ത് ഒരു പാട്ട് പാടും? സാറേ എനിക്ക് വരികൾ അങ്ങനെ ഫുള്ളായിട്ട് ഓർമ്മയില്ല സാറേ. രണ്ടുപേരും അറിയണത് പാടുവോ? ആ ശരി. അതായത് എനിക്ക് തന്നെ ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ യേശുദാസാകുമ്പം ഗാനഗന്ധർവനും പി ജയചന്ദ്രൻ ഭാവഗായകനാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയത് പലപ്പോഴും ഞാൻ ചെറുപ്പത്തിലെ ഇങ്ങനെ എന്താ പറയാ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ, ചെറിയ കുട്ടി മീൻസ് ആ ഒരു പാവടപ്രായത്തിലുള്ള ജോലി ചെയ്യുമ്പോഴും വീട്ടിൽ നിന്ന് ഇങ്ങനെ പാടിക്കൊണ്ടല്ലേ ഇരിക്കും വെറുതെ. അപ്പോഴും ഇങ്ങനെ പി ജയചന്ദ്രൻ എന്നുള്ള ഭാവഗായകന്റെ പാട്ടിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. അന്നേരം ഒന്നും നമുക്ക് അർത്ഥമൊന്നും അത് മനസ്സിലാക്കാനോ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഒന്നുള്ള സമയം ഉണ്ടായിരുന്നില്ല സാറേ. അതുകൊണ്ട് എന്റെ മൂത്ത 3 ബ്രദേഴ്സ് ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് ഈ പാട്ടിന്റെ എല്ലാം അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഗ്രഹിച്ച പിന്നെ ഈ പാട്ടല്ലാന്നല്ല ആങ്ങളമാരെ മുമ്പ് ഞാൻ പാടി നടന്നതെന്ന്. അതില് അർത്ഥം എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയേണ്ടത്, ആ അർത്ഥം ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ട് പാടാണെങ്കിൽ ശരിക്കും ഒരു അതെല്ലാവരും ചെറുപ്പകാലത്ത് സാറ് അത് 4 വരി പാടാ സാറേ. മഞ്ഞളിൽ മുങ്ങി തോർത്തി പാടാ. അതിനേക്കാളും വേറൊരു പാട്ടുണ്ട്, അത് കാറ്റിനെ ഞാൻ ക്ഷേപിച്ചു, ആ ഒരു പാട്ടുണ്ട്. അതിന്റെ വരി എനിക്ക് ഓർമ്മയില്ല. മാനത്ത് കണ്ണികൾ. ആ മാനത്ത് കണ്ണി.
എൻ്റെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി 4 ഒരുപാട്, അതായത് മറ്റേ ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ നോക്കാം. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി, കന്നികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, എന്റെ സഖി വന്നില്ലല്ലോ, കൺമണിയെ കണ്ടില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. അങ്ങനെ കുറെ ഇഷ്ടമുള്ള പാട്ടുണ്ട് സാറേ ഞാൻ. ഓക്കെ, താങ്ക് യു. നമ്മൾ ചെറുപ്പത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാ മാഡം പാടുന്നത്. ആർക്കും അർത്ഥം അറിയാ, ഇപ്പോഴല്ലേ അർത്ഥമൊക്കെ അറിയുന്നത്. ഞാൻ നോക്കി വെച്ചിരുന്ന പാട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അയ്യോ സോറി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിപ്പോയി. ഈ വേറെ എന്താ? അപ്പൊ ഇതിന്റെ ബാക്കി ഞാൻ പാടിയാ മതിയോ? അതാ ഞാൻ ഇതിനെ പറഞ്ഞൊരു പാട്ട് കണ്ടുപിടിക്കാം. അത് തന്നെ പാടിക്കോളൂ, ഓ കുഴപ്പമില്ല. ശരി. ജയചന്ദ്രൻ എന്ന ഭാവഗായകന്റെ ഓർമ്മയ്ക്ക് വേണ്ടി പാടുന്നത്, ഒരിക്കലും മറക്കാനാവാത്ത ആ ഗാനമാധുര്യം. മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി, കർണികാരം പൂത്തു തളിർത്തു, കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും മുമ്പേ, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ, അവൾ നടന്നുവല്ലോ, മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഓക്കെ, താങ്ക് യു. നമുക്ക് പാടാൻ പറഞ്ഞു, വീണ്ടും വീണ്ടും വരാൻ നമുക്ക് എന്തായാലും. അപ്പൊ അദ്ദേഹം ഓരോ വരിക്കും അദ്ദേഹം കൊടുക്കുന്ന ചില എക്സ്പ്രഷൻസുള്ള ഒരു പ്രത്യേകതയാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, അദ്ദേഹം നമ്മുടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അദ്ദേഹം ചിത്രയും കൂടിയിട്ട് നീരാടുവാൻ വരുമീ, അതില് അതിന്റെ ചരണത്തിൽ വരുന്നുണ്ട്, ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചെമ്പകം പൂക്കും സുഗന്ധം. അങ്ങനെയാണ് വരി. അത് ചിത്ര പാടിയേക്കുന്നത് എങ്ങനെയാണ്, ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു പൂക്കും സുഗന്ധം, ഒരു ചെമ്പകം പൂക്കും സുഗന്ധം ചിത്ര പാടിയിരിക്കുന്നത്. പക്ഷെ ജയേട്ടൻ പാടിയിരിക്കുന്നത് ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം. അതാണ് ആ വ്യത്യസ്ത വരുന്നത്. ഓരോ വരിക്കും ഓരോ ഭാവത്തിനും ചെമ്പകം എന്ന് പറയുന്നത് ചമ്പകം എന്ന് പറയുന്നുള്ള വ്യത്യാസം, അത് മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അദ്ദേഹം വളരെ സൂക്ഷ്മതയോട് കൂടിയാണ് പാടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മുത്തശ്ശി എന്നുള്ളൊരു സിനിമയില് പി ഭാസ്കരൻ മാഷ് ഒരു രചനയിൽ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഹർഷബാഷ്പം. മനോജ് സാർ ഇല്ലല്ലോ അവിടെ, മനോജ് സാറിന്റെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു എന്നുള്ളത്. നീലാംബരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത്. നീലാംബരി രാഗം എന്നുള്ള അതിന്റെ രാഗഭാവം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഉറക്കൊക്കെ വരുന്നില്ല, അങ്ങനെയാണ് ഒരു ഉറക്ക് സമയത്തൊക്കെ നമ്മൾ പാടുന്ന ഒരു പാട്ടാണ് നീലാംബരി രാഗം എന്നൊക്കെ. അപ്പൊ പാട്ടൊക്കെ ഇങ്ങനെ പാടിയത് അതിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി എന്തു ചെയ്യൂ നീ. ആ ഇന്ദുമുഖി എന്നൊക്കെ ഉള്ളത് പ്രൊനൗൺസ് ചെയ്യുമ്പോ
ജയേട്ടൻ ഞാൻ പ്രൊനൗൺസ് പാടാൻ ഉദ്ദേശിച്ച പാട്ടാ സാർ ഇപ്പൊ പാടിയത്. സാർ മേഡം പാടിക്കോ. ഒരു വളരെ സന്തോഷം. ഒരാളും പാടുമ്പോ ഒരുപാട് സന്തോഷം. ഞാൻ അല്ല, അത് രണ്ടുപേരും നല്ല സാറ് പാടുന്നത് നന്നായിട്ട്. നമുക്ക് ഇഷ്ടമുള്ള ഗാനം മറ്റൊരാളുടെയും കൂടി ഇഷ്ടമുള്ള ഒരു ഗാനം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ? അല്ലേ അല്ലേ അതെ മേഡം? അതെ സാറേ, അത് നല്ല പാട്ടായതുകൊണ്ടാണ് അത് എല്ലാവർക്കും അതിന് തോന്നി. ഷാബ് സാറേ, ഞാൻ വരാൻ നേരം വൈകി, ഇപ്പൊ വന്നേ ഉള്ളൂ. ഈ നീലഗിരിയുടെ സഖികളെയൊക്കെ പാടിക്കഴിഞ്ഞോ? ഇല്ല, പാട്ടൊന്നും പാടിയിട്ടില്ല. മേഡത്തിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. എല്ലാ പാട്ടും എല്ലാവരും പാടുന്നില്ല. ഇത് നമ്മൾ വേറൊരു ട്രിബ്യൂട്ടാ കൊടുക്കുന്നത്. അപ്പൊ ഈ പാട്ട് ഞാൻ ഈ പാട്ട് പാടിക്കോട്ടെ, നീലഗിരിയുടെ സഖികളെ. ആ അത് പാടിക്കോ പാടിക്കോ. യെസ്. ജയേന്ദ്ര സാറിന്റെ അല്ലേ? ജയേന്ദ്ര സാറിന്റെ അല്ലേ അത്? ആണ് അല്ലേ? ശബാഷ്പം തൂകിയിൽ അദ്ദേഹത്തിന്റെ ആ ഇന്ദുമുഖി നിങ്ങൾ ഇനി കേൾക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇന്ദുമുഖി എന്ന് അദ്ദേഹം പ്രൊനൗൺസ് ചെയ്ത് നോക്കിക്കോളൂ. നമ്മള് മറ്റാരും കാണാത്ത ഒരു ഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭാവഗായകൻ. മാനത്ത് കണ്ണികൾ എന്നുള്ള ഒരു പാട്ടുണ്ട്, മാധവിക്കുട്ടി വയലാർ ദേവരാജൻ ടീമിന്റെ. അതിന്റെ രണ്ടുപേരും പടം. മാനത്ത് കണ്ണികൾ മയങ്ങും കായങ്ങൾ മനോരമേ നയനങ്ങൾ അവയിൽ മുഖം നോക്കും എന്റെ വികാരങ്ങൾ ആവേശ മാനത്ത് കണ്ണികൾ മയങ്ങും കായങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ. വയലാർ മാത്രമേ എഴുതുള്ളൂ കേട്ടോ. ഈ മാനത്ത് കണ്ണി എന്ന് വെച്ചാൽ ഒരു മത്സ്യമാണ്, ഒരു പ്രത്യേകതരം മത്സ്യമാണ്. അതിന്റെ മുകളിൽ ഒരു വെളിച്ചമുണ്ട്. അപ്പൊ ആ വെളിച്ചമുള്ള മത്സ്യം കയങ്ങളിൽ കിടക്കുമ്പോൾ കാമുകിയുടെ കണ്ണുകളെ ഇതിനോട് ഉപമിക്കാനായിട്ട് ലോകത്തിൽ വയലാറിന് മാത്രമേ കഴിയുള്ളൂ. അത്രയും വലിയൊരു ചിന്തയാണ് അതിൽ നിന്ന് എനിക്ക് ആ പാട്ടുണ്ടായിരുന്നു. അപ്പൊ രമാദേവി മേഡം ഒന്ന് പാടിക്കോളൂ ആ പാട്ട്. ഇഷ്ടപ്പെട്ട ഗാനല്ലേ, നേരത്തെ ഹർഷബാഷ്പം പറഞ്ഞത്. പാടിക്കോളൂ. അതിന്റെ വരികൾ ഉണ്ടെങ്കിൽ അല്ല, ഇത് ഞാൻ പിന്നീട് പാടാം സാറേ. ആ ബീനമാം നീലഗിരികൾ പാടട്ടെ ആദ്യം. ഹർഷബാഷ്പം നീലഗിരി. രമാദേവി മേഡം. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാമുഷസ്സിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അഞ്ജനക്കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി, അഞ്ജനക്കല്ലുകൾ മിനുക്കി അടുക്കി അഖിലാണ്ടമണ്ഡല ശില്പി, പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ചമന്ദിരമേ, നിന്റെ 4 കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിച്ചോട്ടെ. ആഹാഹാ ആഹാഹാ ആഹാഹാ. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, ജ്യോതിർമയ്യാമുഷസ്സിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ, സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. താങ്ക് യു സർ. താങ്ക് യു. 1973 പണി തീരാത്ത വീട് എന്നുള്ള ചിത്രത്തില് വയലാർ എഴുതി MS വിശ്വനാഥൻ ഈണം നൽകിയൊരു പാട്ടാണ് ഇപ്പൊ ബീന മേഡം പാടിയത്. ഇതിനാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ടുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയത്. ഈ ചിത്രത്തിനാണ്, ഈ സുപ്രഭാതം എന്ന് പറയുന്നത്. MS വിശ്വനാഥൻ അദ്ദേഹം വളരെ വലിയ തമിഴിലൊക്കെ ഒരുപാട് സംഗീത സംവിധായകനാണ്. നീലഗിരി എന്ന് പറയുന്നത് ഊട്ടീനെയാണ് ഉദ്ദേശിക്കുന്നത്. ഊട്ടി കണ്ടിട്ടില്ലാത്ത വയലാറാണ് ഇത്ര മനോഹരമായിട്ടുള്ള നീലഗിരികളുടെ സുപ്രഭാതം. ഒരു സുപ്രഭാതം പാടിത്തന്ന മലയാളികൾക്ക് 1000 സുപ്രഭാതം പാടിത്തന്നാണ് ജയൻ. അപ്പൊ രമാദേവി മേഡം ഹർഷബാഷ്പം പാടിക്കോളൂ. താങ്ക് യു സാർ.
സാബു സാറിനും ഷാബു സാറിനും എല്ലാവർക്കും നമസ്കാരം. ഷാബു സാർ പറഞ്ഞതുപോലെ ജീവിച്ചിരുന്ന കാലം അത്രയും ഒരേപോലെ തിളങ്ങി നിന്ന ഒരു അനുഗ്രഹീത ഗായകനാണ്, ഭാവഗായകനാണ് പി ജയചന്ദ്രൻ. അത് അദ്ദേഹം ഭാവങ്ങൾ ഉൾക്കൊണ്ട് ഒഴുക്കോടെ പാടുന്നത് പാട്ട് കേൾക്കുന്ന ഒരു ലളിതഗാനം കേൾക്കുന്ന ഒരു അത്ര സിമ്പിളായിട്ടാണ് അദ്ദേഹം പാടുന്നത്. അതുപോലെ തന്നെ വലിയ ക്ലാസിക്കൽ ടച്ച് ഒന്നും കൊടുക്കാതെ തന്നെ സാധാരണ ആസ്വാദകർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ പാട്ടുകൾ ആണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ. എന്റെ എല്ലാ പാട്ടും കുറെ മല്ലിക പൂവിനും മധുര അങ്ങനെ കുറെ ഉണ്ട്, മധുചന്ദ്രികയുടെ ചായത്തളി, അങ്ങനെ കുറെ പാട്ടുകളുണ്ട്. അപ്പം ഞാൻ ഇന്ന് മുത്തശ്ശി എന്ന സിനിമയില് ഉള്ള പാടിയ ഹർഷബാഷ്പം തൂകി എന്നുള്ള പാട്ട്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്യൂ നീ, സഖി എന്തു ചെയ്യൂ നീ. ഏതു സ്വപ്ന പുഷ്പവനം നീ തിരയുന്നു, ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു. വിണ്ണിലെ സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു, സഖി ആരുണർത്തുന്നു. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി രാവിൽ എന്തു ചെയ്യൂ നീ, സഖി എന്തു ചെയ്യൂ നീ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഗാനങ്ങളുടെ ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപം, പാടിയ ഹിറ്റ് ഗാനങ്ങൾ നിങ്ങൾക്കൊരു ഇത് കിട്ടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എങ്കിൽ പോലും 1971 അദ്ദേഹം ഏകാന്തപതികമായിട്ടുള്ളൊരു പാട്ട്, ദീപാസ്കർ മാഷ് എഴുതിയ ഏകാന്തപതികൻ എന്നുള്ളൊരു പാട്ട്. 72 വീണ്ടും സന്ധിക്കെന്തിന് സിന്ദൂരം, നേരത്തെ സാബു സാറല്ലേ അവിടെ സന്ധിക്കെന്തിന് സിന്ദൂരം, ശ്രീകുമാർ തമ്പി ദക്ഷിണാമൂർത്തി ദിലീപിന്റെ. അതുപോലെ തന്നെ 1971 വിണ്ണിലിരുന്നുറങ്ങും, വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവം, മനോഹരമായിട്ടുള്ള. 71 തിരുവാഭരണം ചാത്തി വിടരും, മനോഹരമായിട്ടുള്ള പാട്ട്. അതുപോലെ തന്നെ വലിയൊരു ഗസൽ, നിന്മണി അറിയില്ലേ എന്ന് പറയുന്നത്, നിന്മണിയറയിലെ നീണവശയ്യയിലെ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ നിന്ദേഹം വരികൾ ശരിക്കും കിട്ടുന്നില്ല. അതുപോലെ തന്നെ ആ വർഷം തന്നെയാണ് ഹർഷബാഷ്പം തൂക്കി. 71 വലിയൊരു ഹിറ്റുകളായിരുന്നു. 1969 പിന്നെയും ഇണക്കുയിൽ പിണങ്ങിയല്ലോ. 69 കരിമുകിൽ കാട്ടിൽ. എന്റെ ചൈൽഡ്ഹുഡ് എനിക്ക് അതാണ് അമ്മയൊക്കെ പറയാറുണ്ട്, ഞാൻ ആദ്യം പാടി പാട്ട് കരിമുകിൽ കാട്ടിലെയാണെന്നുള്ള പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനോടൊരു പ്രത്യേക, കരിമുകിൽ കാട്ടിൽ എപ്പോഴും കേട്ടാലും എവിടെ വെച്ച് കേട്ടാലും എനിക്ക് ഹൃദയത്തോട് ചേർത്ത് സംഗീതം അല്ലെങ്കിൽ പാട്ട് എന്ന് ഓർക്കുമ്പോൾ ആ പാട്ടാണ്, ജയചന്ദ്രനാണ് മനസ്സിൽ വരുന്നത്. ഈ പാട്ട് തന്നെയാണ് നിങ്ങൾക്കും പ്രിയപ്പെട്ട പാട്ട് തന്നെയായിരിക്കും കരിമുകിൽ കാട്ടിൽ. 1999 നമ്മുടെ അർജുന മാഷ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പാട്ട്. യമുനേ യമുനേ പ്രേമയമുനേ യദുകുലരതി ദേവനേ വീരേ രാധേ ഇങ്ങനെ പറഞ്ഞൊരു യുഗ്മഗാനം മനോഹരമായിട്ടുള്ള. അതുപോലെ തന്നെ ആ വർഷം തന്നെയാണ് പൂർണേന്ദുമുഖിയോട് അമ്പലത്തിൽ വെച്ച്, അതുപോലെ തന്നെ സീതാദേവി സ്വയംവരം, അതുപോലെ തന്നെ
കുപ്പായ കീശമേൽ, മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആദ്യത്തെ ബാബുരാജിന്റെ പാട്ടാണ് കുപ്പായ കീശമേൽ എന്ന് പറയുന്നത്. 70കളിലാണ് ഇപ്പൊ. അതുപോലെ തന്നെ 72 വന്നപ്പോ മലരമ്പൻ എഴുതിയ മലയാള കവിത എന്ന് പറഞ്ഞിട്ട് മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. 72 മണിവർണ്ണനില്ലാത്ത വൃന്ദാവനം, എത്ര രസമായിട്ടുള്ള പാട്ട്. 73 മേഡം നേരത്തെ പാടിയ സുപ്രഭാതം വന്നത്, പണി തീരാത്ത വീട്ടിലെ സുപ്രഭാതം. ഇഷ്ടപ്രാണേശ്വരി നിന്റെ ഏതൻ തോട്ടം, അതുപോലെ തന്നെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സ്വർണ്ണഗോപുര നർത്തകി ശില്പം, ഉപാസന ഉപാസന, കർപ്പൂര ദീപത്തിൻ മാനത്ത് കണ്ണികൾ, മാധവിക്കുട്ടി എന്നുള്ള പടത്തില്. 72 വന്നു അഷ്ടപതിയിലെ ഗായികയും, അതുപോലെ തന്നെ രാജീവ നയനി, MS വിശ്വനാഥൻ സംഗീതം പറഞ്ഞ മനോഹരമായിട്ടുള്ള രാജീവ നയനി നീയുറങ്ങൂ രാഗവിലോലെ നീയുറങ്ങൂ. അതുപോലെ തന്നെ കല്ലോലിനി, കല്ലോലിനി വനക്കല്ലോലിനി, ഒരു കല്ലോലിനി പോലെയാണ്. യേശുദാസിനെ നമുക്കൊരു മഹാസമുദ്രമായിട്ട് നമുക്ക് പറയാം. ആ സമയത്ത് ജയേട്ടൻ നമുക്കൊരു കല്ലോലിനിയാണ്, ശാന്തമായിട്ട് ഇങ്ങനെ ഒഴുകുന്ന ഒരു കല്ലോലിനിയാണ്. കാവ്യ പുസ്തകമല്ലോ, വളരെ മനോഹര ഭാസ്കരൻ എഴുതിയ ഒരു പാട്ടാണ് കാവ്യ പുസ്തകമല്ലോ ജീവിതം എന്ന്. 2001 അങ്ങനെ കുറച്ച് നാളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓരോ പാട്ടുകളൊക്കെ അദ്ദേഹം പാടിയിരുന്നു എല്ലാ വർഷവും. 2001 അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള പിന്നെ ഒരു തിരിച്ചുവരവൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരുപാട് നല്ല പാട്ടുകളൊക്കെ പാടിയിരുന്നു. പിന്നെ 2000 ശേഷം മറന്നിട്ടും എന്തിനോ എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനം, മറന്നിട്ടും എന്തിനോ. 2001 പൊന്നുഷസ്, 2002 തേരിറങ്ങും മുകിലെ, 2002 തന്നെ ആരും 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 ആരും, ആ പാട്ട്. അതുപോലെ തന്നെ 2002 വന്ന് ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹം, ആ പാട്ട്. അതുപോലെ പിന്നെ നീ മണിമുകിലാടകളാടി വരുന്നു. പിന്നെ 2003 ദീപക് ദേവിന്റെ മനോഹരമായിട്ടുള്ള സ്വയം വരചന്ദ്രിക സ്വർണ്ണമണി വീണവിൽ ഹൃദയരാഗം, ആ പാട്ട്. പിന്നെ എന്തേ ഇന്നും വന്നില്ല, ആര് പറഞ്ഞു കല്ലായി കടവത്ത്, കല്ലായി കടവത്ത് കാറ്റുന്നു. രണ്ടുപേരും പാടുന്നത് കല്ലായി കടവത്ത്. ആരെങ്കിലും രണ്ടുപേരും ഒന്ന് പാടും. മീനാമേട്ട ഒന്ന് പാടും രണ്ടുപേരും. കല്ലായി കടവത്ത് കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാലൻ വരുമെന്ന് ചൊല്ലിയിലേ, വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല. 74 സ്വാതി തിരുനാളിൽ കാമി മല്ലികപ്പൂവിൻ മധുരഗന്ധം. 75 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവരാജന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവരാജൻ മാഷാണ് ശരിക്കും ജയേട്ടനെ വളർത്തി കൊണ്ടുപോകുന്നത്. എങ്ങനെയാണ് പദങ്ങൾ ഉച്ചരിക്കേണ്ടത്, എങ്ങനെയാണ് ആ ഡിക്ഷനൊക്കെ ഇത്രയും കൃത്യമായിട്ട് ദേവരാജൻ മാഷ സ്കൂളിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആള് ദേവരാജൻ മാഷ് തന്നെയാണ്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ജയേട്ടനെ കൊണ്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്, അദ്ദേഹം സംഗീതം ചെയ്തില്ല, രാഗങ്ങളുടെ തമ്പുരാനാണ് ദേവരാജൻ മാഷ്. ദേവരാജൻ മാഷെ പോലെയുള്ള ഒരു സംഗീത സംവിധായകൻ മലയാളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈണം പകർന്ന അദ്ദേഹത്തിന്റെ അനേകം ഗാനങ്ങളിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഗാനാണ് എന്താ പറയുന്നത്, കൊട്ടാരം വിൽക്കാനുണ്ട് എന്നുള്ളൊരു പടത്തിലെ നീലക്കണ്ണുകളും തൊട്ടേനെ ഞാൻ മനസ്സുകൊണ്ട് കെട്ടിപ്പിടിച്ചേനെ. എനിക്ക് കൂടുതൽ ഇഷ്ടം എന്നുള്ളത് എന്റെ അച്ഛന് ഈ പാട്ട് ഭയങ്കര ഇഷ്ടം. അച്ഛന് ഈ പാട്ട് ഇഷ്ടമാണെന്ന് എനിക്കറിയാൻ കാരണം അച്ഛൻ പാടി കേട്ടിട്ടില്ല, അമ്മ പറഞ്ഞു കേട്ടിട്ടാണ്. അപ്പോഴാണ് കുറച്ചും കൂടി അതിനൊരു മധുരം കൂടുന്നില്ലേ. അച്ഛന്റെ ഇഷ്ടമുള്ള പാട്ടുകൾ അമ്മ പറയുന്നു, അത് അമ്മ എന്നോട് പങ്കുവയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രത്യേകതയാണ് ഈ ഒരു പാട്ട്. രണ്ടുപേരും ഒന്ന് പാടിയത്. നീലക്കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ
ചന്ദനച്ചോലയ്ക്കുള്ളിൽ പാതിയടை നൈവേദ്യ പുഷ്പങ്ങളോ കാലം കൊത്തിയെടുത്ത ഹംസദമയന്തി ശില്പം ഇന്നും നടന്ന ഭംഗിയോടെ സന്ദേശകാവ്യങ്ങളോ സന്ദേശകാവ്യങ്ങളോ തൊട്ടേനെ ഞാൻ മനസ്സ് കൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറി കെട്ടിപ്പിടിച്ചേനെ ഞാൻ തൊട്ടേനെ ഞാൻ മനസ്സ് കൊണ്ട് കെട്ടിപ്പിടിച്ചേനെ ഞാൻ ഈ ചിത്രത്തൂണിലെ പ്രതിമ പോലെ മാറി ഒട്ടിപ്പിടിച്ചേനെ ഞാൻ ചിത്രത്തൂണിയിലെ പ്രതിമ പോലെ മാറി ഒട്ടിപ്പിടിച്ചേനെ. വയലാറിന്റെ ഭാവനയൊക്കെ നോക്കും. നമ്മളിതൊക്കെ കൂടുതൽ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണ് അതിന്റെ ഭംഗി വരുന്നത്. മുന്നിൽ മൃഗാംഗവിംഗം മുഖം പാതി മൂടിയ സ്വർണമേഘ തൂകി ഞോറിത്തുമ്പിൽ മുന്നിൽ മൃഗാംഗബിംബം മുഖം പാതി മൂടിയ സ്വർണമേഘ തൂകി ഞൊറിത്തുമ്പിൽ ചെഞ്ചൊടി കൊണ്ടൊരു നക്ഷത്ര ചിഹ്നത്തിൽ ചിത്രം വരച്ചേനെ ഞാൻ ചിത്രം വരച്ചേനെ. അതാണ് 1973 ഇതിലാണ് ആ പാട്ട് വന്നത്. അതിനുശേഷം 75 റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ. രമ മേഡം ചിരിക്കണ്ടല്ലോ, പാടി രണ്ടുപേരും ഭയങ്കരമായിട്ട് ചിരിക്കണ്ട. രണ്ടുപേടി പാതേ. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അഴകിൻ പെൺകൊടിയാരു നീ ആരു നീ ആരു നീ ഏതോ ചേതോ ഏതോ ചേതോ എന്ന തേരിലെത്തും എന്നെ നിൻ മാദകഗന്ധം ഇടക്കാൻ അനുവദിക്കൂ വലം കൈ നിന്റെ വലം കൈ എന്റെ വിരിഞ്ഞ മാറിലെ തളിരിന്റെ തലയിണയാക്കൂ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുസ്തകോത്സവം ഉണ്ടായിരുന്നു, അവിടെ വെച്ച് പാടിയിരുന്നു. പാട്ടിനോടുള്ള ഇഷ്ടം വരുമ്പോഴേ അത് ശരിക്കും കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ ആ വർഷം തന്നെ 75 നിശാസുരഭികൾ വസന്തസേനകൾ ആ പാട്ട്. അതുപോലെ തന്നെ കളപച്ചുമരു വെച്ച മേട. 77 ഹൃദയേശ്വരി. അപ്പൊ ദേവരാജ മാഷ് പടക്കുന്നുണ്ട് ഹൃദയേശ്വരി. ഹൃദയേശ്വരി നമ്മൾ പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് വരണം, വായിൽ നിന്നല്ല വരേണ്ടത്. അതാണ് മാഷിന്റെ സ്കൂളിൽ നിന്ന്, ദേവരാജ മാഷ സ്കൂൾ എന്ന് പറയുന്നത് അതാ. ഹൃദയം എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം. അപ്പൊ ജയേട്ടനെ ഹൃദയേശ്വരി എന്ന് പറയുന്നത് നിങ്ങൾ ഇനി കേട്ട് നോക്കും, വളരെ മനോഹരമാണ്. അടുത്താണ് പിന്നെ 77 ഒന്നാണ് പൊന്നുഷസിന്നു ഭവനങ്ങൾ പൂവീടും. സലീൽ ചൗധരിയുടെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. 1972 അദ്ദേഹത്തിന് ബന്ധനം എന്നുള്ള ഒരു ചിത്രത്തിൽ രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം
ആ പാട്ട് പാടിയത്. അത് ബന്ധനത്തില് എം പി ശ്രീനിവാസനാണ് അതിന് സംഗീതം നൽകിയത്. അതിനാണ് അദ്ദേഹത്തിന് 2ാമത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അദ്ദേഹം ഒരു മടിയനാണ് കേട്ടാ. ജയേട്ടൻ ഒരു മടിയനാണ്, ഒരു നമ്പൂരിയാണല്ലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ഇപ്പൊ യേശുദാസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ എക്സ്ട്രീമിൽ നിൽക്കണം. സംഗീതത്തിന് വേണ്ടി എന്തിനും ഒരു കോംപ്രമൈസും ആണ് ചെയ്യില്ല. അദ്ദേഹത്തിന്റെ ശബ്ദം സംരക്ഷിക്കുന്നതിന് എല്ലാ കാര്യത്തിലും രാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യുക, ഇതൊക്കെ അദ്ദേഹത്തിന് നിർബന്ധമാണ്. ഒരു തണുത്തൊരു ഐസ്ക്രീം കഴിക്കില്ല, അല്ലെങ്കിൽ ചൂടായിട്ടുള്ള അതൊന്നും കഴിക്കില്ല. പക്ഷെ ജയേട്ടൻ നേരെ ഓപ്പോസിറ്റാ. ഇദ്ദേഹം യാതൊരു ചിട്ടവട്ടങ്ങളും അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം തൈരില്ലാണ്ട് ചോറൊന്നുമില്ല, തൈരില്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല. ഗായകരൊന്നും തൈരേ തൊടില്ല. അദ്ദേഹത്തിന് യാതൊരു പ്രശ്നം. ഇദ്ദേഹം രാവിലെ എഴുന്നേറ്റ് സാധകമൊന്നും ചെയ്യില്ല. അദ്ദേഹത്തിന് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് ഉണ്ട്, ഇതൊക്കെ സംഗീതം ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് അദ്ദേഹം ചെയ്യുന്നത് ഒരേ ഒരു കാര്യം, അദ്ദേഹം പാട്ട് കേൾക്കുക. അദ്ദേഹം പറയും ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത ആസ്വാദകൻ ഞാനാ, പാട്ടുകാരൻ ഞാനാണെന്ന് അദ്ദേഹം ഒരിക്കലും പറയില്ല. അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ചും പറയില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു മാതൃക ഞാൻ കണ്ടത്, മറ്റുള്ളവരുടെ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും, ആ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ. സോഷ്യൽ മീഡിയ ഇല്ല, വാട്സപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. ഒരു സാധാരണ ഫോൺ, വിളിച്ചാൽ കേൾക്കുന്ന ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും അദ്ദേഹത്തിന് പാട്ട് ഇട്ട് കൊടുത്താൽ അദ്ദേഹം പാടും, കേൾക്കുള്ളൂ. സംഗീതം ആസ്വദിക്കുക. മുഹമ്മദ് റാഫിയുടെ ഒക്കെ വലിയൊരു ആരാധകനാണ്. സുശീലാമ്മ എന്ന് പറഞ്ഞ അദ്ദേഹം അവിടെ സാഷ്ടാംഗം പ്രണമിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഗായിക സുശീലാമ്മ, ലോകത്തിലെ ഏറ്റവും വലിയ ഗായകൻ അതുപോലെ തന്നെ റഫി, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദൈവങ്ങൾ. അതുപോലെ എം എസ് വിശ്വനാഥൻ, ലോകത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധാനം ആരാന്ന് വെച്ചാൽ എം എസ് വിശ്വനാഥൻ എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നുള്ളൊരു യാതൊരു പ്രശ്നവും. ഞാൻ ഒരു പച്ചയായിട്ടുള്ള ഒരു ഓർഗാനിക് മനുഷ്യനാണ് അദ്ദേഹം. ദേഷ്യം വന്ന ആരുടെ മുമ്പിലായാലും എവിടെ വെച്ചായാലും ദേഷ്യം വരും, പ്രകടിപ്പിക്കും, ഒന്നും ഉള്ളിൽ ഒളിച്ചു വയ്ക്കില്ല. അങ്ങനത്തെ അതുകൊണ്ട് തന്നെ കുറെ അവസരങ്ങൾ അദ്ദേഹത്തിന് ഇല്ല, പോയിട്ടുണ്ട്. എന്തിനാ അദ്ദേഹത്തെ വിളിച്ച് വെറുതെ നമ്മൾ ദേഷ്യപ്പെടുന്നത്? ചിലപ്പോൾ ആള് ചൂടായിട്ട് പോകും, ചിലപ്പോൾ ആള് പാട്ട് പാടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേക രാഗഭാവങ്ങളുടെ ഒരു തമ്പുരാൻ എന്ന് തന്നെ പറയും. അദ്ദേഹം പാട്ടുകാരനായില്ലെങ്കിൽ ആരായിരുന്നു? ഒരു വട്ടനായിരുന്നില്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല, അദ്ദേഹം തന്നെ പറഞ്ഞതാ. ചെല്ലൊക്കെ മുറുക്കി ഇങ്ങനെ നടക്കുന്ന ഒരു വട്ടനായി മാറിയാൻ എന്താ പറയുക. ഒരു കാര്യത്തിനും ഒരു സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒരു പരിശ്രമിക്കുകയോ ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിലൊക്കെ ഗാനങ്ങളും സംഗീതമൊക്കെ അദ്ദേഹത്തിലേക്ക് വന്നു ചേരുകയാണ്. ഒരു പച്ചയായിട്ടുള്ള മനുഷ്യൻ. അതായത് ഭാരതപ്പുഴയുടെ ആ മണലോരത്ത് ഇങ്ങനെ മലർന്നടിച്ച് കിടന്ന് നിലാവ് കണ്ട് ആ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി 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 ഇങ്ങനെ രസിക്കുക, അതൊക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അദ്ദേഹത്തിന് മെരുക്കാനായിട്ടുള്ള ചില ചെപ്പടി വിദ്യകൾ എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ എം എസ് വിശ്വനാഥൻ, അതുപോലെ ദേവരാജ മാഷ്, സുശീലാമ്മ, നല്ല മുരിഞ്ഞ ദോശ വലിയ ഇഷ്ടമാണ്. തൃശ്ശൂരൊക്കെ നല്ല മുരിഞ്ഞ ദോശ കിട്ടും, ഈ ദോശ കഴിക്കാനായിട്ട് വലിയ ഇഷ്ടം. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് മെരുക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവരൊക്കെ സാധാരണക്കാർക്കൊന്നും പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റും. അപ്പൊ ഒരു പ്രത്യേക ജനസിൽ പെട്ട ആളുകളാണ് അദ്ദേഹം. അപ്പൊ ഇഷ്ടം തോന്നിയ ഒരാളോട് ഇഷ്ടം തോന്നി പിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു വളരെ ഒരു സ്നേഹിതൻ എന്ന് പറയുന്നത് മനോഹരൻ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് ഒരാളുണ്ട്. അദ്ദേഹം ചിട്ടപ്പെടുന്ന അനുസരിച്ചാണ് ജയേട്ടൻ ജീവിക്കുന്നത്. നല്ല പാട്ടുകൾ ഈ മനോഹരനാണ് ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു ബുക്ക് ഉണ്ട്, ആ പുസ്തകം നോക്കിയിട്ടാണ് അദ്ദേഹം പാടുകയുള്ളൂ. മനോഹരേട്ടന് എഴുതി കൊടുത്താണ് സ്വന്തം കൈപ്പടത്തിൽ മനോഹരേട്ടന്റെ കൈപ്പടയിൽ എഴുതി കൊടുത്ത പാട്ടുകളാണ് ജയേട്ടൻ ആ ചെറിയ പുസ്തകം നോക്കി പാടുന്നത്. അത് പാടാൻ, ആ പുസ്തകം നോക്കി പാടാൻ എന്താ കാര്യം? ഒരിക്കൽ ഇവിടെ ഗൾഫിൽ വെച്ചിട്ട് ഒരു ഗാനമേള നടക്കുമ്പോ ഒരു പണി തീരാത്ത വീട് നിന്റെ നീലവാർ മുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എന്റെ മുറി കൂടി പണിച്ചോട്ടെ, തെറ്റിപ്പാടിയാണ്. നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എന്റെ എന്താ പിന്നെ മേഡം വരി, ഞാൻ എന്റെ പൂ കൂടി ചൂടിച്ചോട്ടെ. അപ്പൊ ജയേട്ടൻ എന്താ പറഞ്ഞ്? നീലവാർമുടി ചുരുളിന്റെ അറ്റത്ത് ഞാൻ എന്റെ മുറി കൂടി പണിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പാട്ടൊക്കെ ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ടൊരു ആസ്വാദകൻ, അതെങ്ങനെ ജയേട്ട മുടിയുടെ തുമ്പത്ത് നിങ്ങൾക്ക് മുറി പണിയാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അന്ന് തൊട്ട് പിന്നെ നോക്കി, ആ പുസ്തകം നോക്കി മാത്രമേ പാടുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ അല്ലാത്ത ഗാനങ്ങൾ അദ്ദേഹം പാടും, പുസ്തകം നോക്കാതെ പാടും. അതാണ് അതിന്റെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മാത്രം അദ്ദേഹം പുസ്തകം നോക്കി പാടും, അദ്ദേഹത്തിന്റെ അല്ലേതായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹം തനിയെ പാടും. അതുപോലെ തന്നെ അങ്ങനെ 78-ലാണ് അദ്ദേഹത്തിന് 2ാമത്തെ സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. പിന്നെ 81-ല് കുറുനെരിയോ എന്നുള്ളൊരു പാട്ട്, അതുപോലെ തന്നെ ഓരോ നിമിഷവും ഓർമ്മയിൽ. 82-ൽ ഒന്ന് നാണം നിൻ കണ്ണിൽ, നീലമല പൂങ്കുയിലെ, മൃദുലേ ഇത, അതൊക്കെ നല്ല പാട്ടുകളാ.
സമയരഥങ്ങളിൽ ഞങ്ങൾ മറുകര തേടുന്നു. 83 എന്റെ മോഹം കൊണ്ട് ഞാൻ എന്നുള്ളൊരു പ്രശസ്തമായിട്ടുള്ള പാട്ട് പാടിയത്. 84 കാർ മേഘവർണ്ണന്റെ മാറും. ആ പാട്ടും എനിക്ക് വളരെ ഹൃദയത്തോട് ചേർത്ത് വെക്കും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് തൃശ്ശൂർക്ക് സിനിമ കാണാൻ പോയതാണ് ഈ പാട്ട്, ഈ പടമുള്ളത്. കമലഹാസൻ ജയപ്രദയൊക്കെ അഭിനയിച്ച കാർ മേഘവർണ്ണന്റെ മാറിൽ മാലകൾ ഗോപികമാർ, മലകൾ ഗോപികമാർ, മനോഹരമായിട്ടുള്ള പാട്ട്. അതിൽ തന്നെ മൗനം പോലും മധുരം നിന്റെ മധുനിലാവിൻ മഴയിൽ, ആ പാട്ടൊക്കെ. 86 ഹരിഹരന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് വന്നത്. കേവല മർത്യഭാഷ കേൾക്കാത്ത ദേവദൂതികയാണു, ഒരു ദേവദൂതികയാണു. വൻവിട മനോഹരമായിട്ടുള്ള കേൾവി. നഗക്ഷതങ്ങൾ സാറേ. ഇതിലാണ് ആദ്യമായിട്ട് ബോംബെ രവി ഇവിടെ വന്നത്. ബോംബെ രവി എന്നുള്ള സംഗീത സംവിധായകൻ വന്നത് നക്ഷത്രങ്ങളിൽ. അപ്പൊ നോക്കുക, ONVയുടെ വരികളും കേവലം മർത്യ ഭാഷ കേൾക്കാത്ത ദേവദൂതി. അതിന്റെ നായികയ്ക്ക് സലീമയ്ക്ക് ശബ്ദിക്കാൻ പറ്റില്ല, അവൾ ഊമയാണ് അല്ലെ. അപ്പൊ ആ കുട്ടിയെ പറ്റിയിട്ടുള്ള ഒരു പാട്ടാണ് അദ്ദേഹം പാടിയിരുന്നത്. അതൊന്ന് കേട്ട് നോക്കട്ടെ. കേവലം മർത്യ, എന്തൊരു ഫീലാണ് ആ പാട്ട് പാടുമ്പോൾ നമ്മൾ ആലോചിച്ചു. 1986 ശിവശങ്കര എന്നുള്ള പാട്ട് പാടിയിട്ട്, ശ്രീനാരായണ ഗുരുവിന്റെ ആ പാട്ട് പാടിയിട്ട് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയത് 86. 86 വീണ്ടും നാദങ്ങളായി നീ വരൂ. ഒരു 96 ഭരതന്റെ പടത്തിൽ അദ്ദേഹം ഒരു മടങ്ങിയ ഒരു ശിശിരകാലമേഘമിഥുനരതി പരാഗമോ ദേവരാഗമേ, ആ പാട്ട്. പിന്നെ 99 അദ്ദേഹം ശരിക്കൊരു മടങ്ങി. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ പ്രേമം നൽകി, ലാലല്ല അല്ലെ. ഒരു ചെറുപ്പക്കാരന്റെ പാട്ടാണ് അദ്ദേഹം 70-70 വയസ്സിൽ പാടിയത്. അതിന് വീണ്ടും സംസ്ഥാന അവാർഡ് കിട്ടി. അദ്ദേഹത്തിന് 3ാമത് സംസ്ഥാന അവാർഡ് കിട്ടിയ അതാണ്. 2001 മറന്നിട്ടുമെന്തിനു മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗത്തിൽ ലോലഭാവം, ആ പാട്ട് പാടിയത്. അങ്ങനെ പിന്നെ 2003 നേരത്തെ പറഞ്ഞ തേയിലമൂല ആരും, നീ മണിമുകിലാടുകൾ, തിങ്കൾ നിലാവ്. സ്റ്റീഫൻ ദേവസി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ സ്റ്റീഫൻ ദേവസി. തിങ്കൾ നിലാവ് മഞ്ഞൾ നിലാവ് അരളമാമനുരാഗം നീ. പിന്നെ എന്തേ വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം നീട്ടും ഗന്ധർവൻ സ്വപ്നം പോലും, ആ പാട്ട്. പിന്നീട് പറഞ്ഞു കല്ലായി കടവത്തെ നേരത്തെ പാടി. പിന്നീട് 2007 കേരനിരകളാടും ഈ ഖനിതമാതീരം, അൽഫോൺസിന്റെ ജലോത്സവം എന്നുള്ള ചിത്രത്തില്. ഇപ്പൊ ഇവിടെ കേരളത്തിന്റെ ഓണപരിപാടി ഈ ഒരു പാട്ടാണ് അദ്ദേഹം പാടിയിരുന്നത്, എല്ലാവരും പാടിയിരുന്നത്. അതുപോലെ തന്നെ പിന്നെ ആരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂത്തിടുമോ, ആ മനോഹരമായിട്ടുള്ള രഞ്ജിത്തിന്റെ പടത്തിലെ വിദ്യാസാഗർ ഇനം പാടുന്ന പാട്ടായിരുന്നു അത്, ആരാരും കാണാതെ. പിന്നെ 2005 ആഴക്കടലിന്റെ അങ്ങേക്കരെ എന്നുള്ള പാട്ട്. 2005 വീണ്ടും മനോഹരമായിട്ടുള്ള മോഹൻ സിത്താരയുടെ ഈണത്തില് അമ്മ മനസ്സ് തങ്ക മനസ്സ് മുറ്റത്തെ പോലെ വീട്ടിനു മുന്നിൽ അമ്പാടി പൈക്കിട, ആ പാട്ട് പാടിയത്. പിന്നെ 2011 പ്രേമിക്കുമ്പോ നീയും ഞാനും എന്നുള്ളൊരു പാട്ട് പാടിയത്. പിന്നെ 2013 പൂരങ്ങളുടെ പൂരം എന്ന് പറഞ്ഞ തൃശ്ശൂർ പൂരത്തിന്റെ പാട്ട്. പിന്നെ 2014 ഓലഞ്ഞാലിക്കുരുവി വന്നു, ഗോപി സുന്ദറിന്റെ ആ വീണമേമ 2 വരി ഒന്ന് പാടും. ഓലഞ്ഞാലിക്കുരുവി നമ്മുടെ സാറില്ല, അനിൽകുമാർ സാറില്ലേ ഇവിടെ ഉണ്ടായില്ല, വന്നില്ല, ഉണ്ടായിരുന്നു തുടങ്ങിയപ്പോ പോയി. ആരെങ്കിലും പാടുമോ ഓലഞ്ഞാലിക്കുരുവി 2 വരി? ഓലഞ്ഞാലിക്കുരുവി
കൂട്ടുകൂടി ആ ആ ആ ആ ആ. ഓക്കെ, താങ്ക് യു. 2015 മലർവാക കൊമ്പത്ത് തലലാല തുമ്പത്ത് കൊതിനീഴും തുമ്പത്ത് ചാഞ്ചാടും കുയിലേ കുയില ആ പാട്ട് പാടിയത്. പിന്നെ നിലാക്കുടമേ, ഞാനൊരു മലയാളി എന്നുള്ളൊരു പടത്തിലെ പാട്ട്. പിന്നെ 2015 എന്നും നിന്റെ മൊയ്തീനിലെ ശാരദാംബരം ചാരുചന്ദ്രിക ധാരയിൽ മുഴുകിയിടവേ എന്നുള്ള പാട്ട് പാടിയത്. അതിന് വീണ്ടും അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആ പടത്തിലെ പാട്ടിന്. അതുപോലെ തന്നെ ദിലീപിന്റെ തിളക്കം എന്നൊരു പടത്തിൽ അതിലൊരു പാട്ട്, നീയൊരു പുഴയായി ഇരിയും, ആ പാട്ടിന് സ്റ്റേറ്റ് അങ്ങനെ 5 കിട്ടിയത് കേരളത്തിൽ നിന്ന് കിട്ടിയത്. 2016 അദ്ദേഹം ഈ പാട്ട് പാടിയത്. പൊടിമീശ മുളയ്ക്കണ കാലം ഇടനെഞ്ചില് ബാൻഡടി മേളം. ആ പാട്ട് പാടിയത് 2016. 17 പൂരങ്ങളുടെ പൂരം എന്ന് പറഞ്ഞൊരു പാട്ട്. 2023 ക്യാപ്റ്റൻ എന്ന് പറയുന്ന, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു അവലോകനം ഞാൻ പ്രധാനമായിട്ട് നടത്തിയെന്നുള്ളത് അദ്ദേഹം പാടിയ പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പൊ സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടില്ല ജയേട്ടൻ, അതാണ് ഏറ്റവും പ്രധാന കാര്യം. എന്നാലും ശാസ്ത്രീയമായിട്ടുള്ള അർത്ഥശാസ്ത്രീയമായിട്ടുള്ള ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബന്ധനത്തില് രാഗം ശ്രീരാഗം ഉദയശ്രീരാഗം അതൊക്കെ പാടിയിട്ടുണ്ട്. നമ്മളൊക്കെ അതിശയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ 75-ാമത്തെ വയസ്സിൽ അദ്ദേഹം ശുദ്ധിശുദ്ധമായി 11 രാഗങ്ങളെ ഏർപ്പെടുത്തിയ ഒരു കീർത്തനങ്ങൾ മലയാള മനോരമയാണ് പുറത്തിറക്കുന്നത്. നിങ്ങളൊന്ന് കേട്ട് നോക്കണം കേട്ടോ. 11 കീർത്തനങ്ങൾ. ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടില്ലാത്ത ജയേട്ടൻ തന്റെ 75-ാമത്തെ വയസ്സിൽ 11 കീർത്തനങ്ങൾ ശ്രുതിശുദ്ധമായി പാടി റെക്കോർഡ് ചെയ്തു. ലക്ഷക്കണക്കിന് പേരാണ് ആ പാട്ടുകളുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞു, ഒരു ഗായകൻ അനുഷ്ഠിക്കേണ്ട പക്ഷിയായിട്ടുള്ള ഒരു കാര്യങ്ങളും അദ്ദേഹം അനുഷ്ഠിച്ചിട്ടില്ല. എല്ലാം അദ്ദേഹത്തിന് ഇൻബിൽട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആരുടെ മുഖത്ത് നോക്കിയാലും വെട്ടി തുറന്നു പറയും. എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല എന്ന് പറയും. ഇപ്പൊ ഇതിലൊക്കെ വന്നിട്ട് റിയാലിറ്റി വന്നിട്ട് സാധാരണ ആൾക്കാരെന്താ, എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവരും മിണ്ടാതിരിക്കുള്ളൂ. ഇങ്ങോരതല്ല, ഞാൻ എവിടെ നിന്ന് എനിക്ക് പോയി. ഒരിക്കൽ ഒരു കുട്ടി വന്ന് വൈ ദിസ് കൊലവരി കൊലവരി എന്നുള്ള പാട്ട് പാടി, അങ്ങോർക്ക് ഇഷ്ടപ്പെട്ടില്ല, അങ്ങോര് അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു പോയി. ഞാൻ ഈ പാട്ടൊക്കെ കേട്ട് ഈ അഭ്യാസം കേട്ട് ഞാനിവിടെ ഇരിക്കില്ല. ഞാനൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള സംഗീതത്തിനെ സ്നേഹിക്കുന്ന ആളാണ്. ഇതെന്ത് പാട്ടാണോ, അപ്പം ചുട്ടത് അമ്മായിക്ക് എന്നൊക്കെ പറഞ്ഞ് പാട്ടാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് വേളം ഉണ്ടാക്കി പോയി. അതാ പറഞ്ഞ, ഒരു പച്ചയായിട്ടുള്ള മനുഷ്യൻ എവിടെ ഏത് ദിവസം നല്ല തനിക്ക് ഇഷ്ടമില്ലാത്ത ആള് വെട്ടി തുറന്ന് പറയും. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന് പഴയ പാട്ടുകളൊക്കെ പുതിയ മ്യൂസിക്കിലാക്കി അതൊന്നും റീമിക്സിനൊക്കെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എതിർക്കുന്ന ആളാണ്. അവരോട് ചെയ്യുന്ന അപരാധം എന്ന് പറയുന്നത് ദേവരാജ മാഷോടും അല്ലെങ്കിൽ ബാബുക്കൂടെ അവരുടെ പാട്ടുകളൊക്കെ എടുത്ത് വികൃതമാക്കി ഇന്ന് കുറെ ശബ്ദ സന്ദേശങ്ങളൊക്കെ മ്യൂസിക്കിന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ വികലമാക്കുന്നതാണ് അദ്ദേഹം. റീമിക്സിനൊക്കെ നഖശികാന്തം എതിർക്കുകയാണ് ചെയ്യുന്നത്. തന്റെ അഭിപ്രായങ്ങളെ എവിടെ തുറന്നു പറയാനും യാതൊരു വടി ഉണ്ടായില്ല അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ കുറെ ശത്രുക്കൾ ഉണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും പ്രശ്നമില്ല. അവര് ശത്രു ആയാലും മിത്രമായാലും എനിക്കിപ്പോ എന്താ, എനിക്കിപ്പോ പാട്ടിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ലെന്നേ. ഞാനിവിടെ കിടന്ന് നടക്കും, ഞാനിവിടെ കിടന്ന് കുറെ പാട്ട് കേൾക്കും, എനിക്ക് പാട്ട് തന്നില്ലെങ്കിലും കുഴപ്പമില്ല. അത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡായിരുന്നു അദ്ദേഹത്തിന്. വിചിത്രമായ ചില സ്വഭാവങ്ങളായിരുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന് മെരിക്കണമെങ്കിൽ ചില സൂത്രപ്പണികളൊക്കെ ഉണ്ട്. ദേവരാജ മാഷ് എന്ന് പറയാം, MSC എന്ന് പറയാം, അല്ലെങ്കിൽ മുഹമ്മദ് റാഫി എന്ന് പറയാം, അല്ലെങ്കിൽ നല്ല മൊരിഞ്ഞ ദോശ എന്ന് പറയാം, അല്ലെങ്കിൽ സുശീലാമ്മ. ഇവരുടെയൊക്കെ കാര്യങ്ങൾ സംസാരിച്ചാൽ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. അവരുടെ കൂടെ ഇങ്ങനെ ഒരുക്കി പോകും. അതുപോലെ തന്നെ ശ്രീകുമാരൻ നമ്പിയും അദ്ദേഹം വളരെ കണക്ഷൻ ഉള്ളതാണ്. ഒരേ കാലഘട്ടത്തിലാണ് അവർ വന്നത്. ശ്രീകുമാരൻ നമ്പിയുടെ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട്. നേരത്തെ സാബു സാർ പാടിയിട്ടുള്ള സന്ധ്യക്കെന്തിന് സിന്ദൂരം, തിരുവാഭരണം ചാർത്തി എന്നുള്ള മനോഹര പാടിയിട്ടുണ്ട്. 80കളുടെ തുടക്കത്തിലും അതുപോലെ തന്നെ 90കളിലും അദ്ദേഹത്തിന് പാട്ടുകൾ കുറച്ച് കുറഞ്ഞു എന്നുള്ള കാര്യം ശരിയാണ്. ചെറിയന്റെ വരികൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഏത് പാട്ടാ? മാനത്ത് കണ്ണികള്. ഇപ്പൊ എഴുതിയെടുത്ത ജസ്റ്റ്. ജോസഫ് സാർ വന്നിട്ടില്ല. ജോസഫ് സാർ ഇന്ന് ജയചന്ദ്രന്റെ ഒരു അനുസ്മരണമാണ്. അപ്പൊ നമ്മൾ എല്ലാ പാട്ടുകളൊന്നും പാടുന്നില്ല.
സാറിന് ഇഷ്ടപ്പെട്ട ജയേട്ടന്റെ ഒരു പാട്ട് പാടുക എന്നുള്ളതാണ് ഇവിടെ. നമ്മളല്ലാണ്ട് കുറെ പാട്ട് പാടി എല്ലാവരും കൊണ്ടും പാടിക്കുന്നില്ല. ഓക്കെ കാരണം ഓക്കെ. ചരിത്രം പറയാൻ തന്നെ കുറച്ച് അധികം സമയമുണ്ട്. ആ അതുകൊണ്ട് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ സാറിന് ഇഷ്ടമുള്ള സാറിന്റെ അനുഭവങ്ങൾ, ജയേട്ടന്റെ പാട്ടുകൾ എങ്ങനെയാണ് സാറിനെ സ്പർശിച്ചത്, എങ്ങനെയാണ് ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നത്, അതിനോടുള്ള കാരണം ജയേട്ടൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ പോയ ആളാണ് ജോസഫ് ജോൺ സാറ്. അത്രയും അതെ അതെ. ഇഷ്ടം. ചേന്നമംഗലത്ത് പാലിയം തറവാട്ടിൽ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലൊക്കെ പങ്കെടുത്തു ജോസഫ് സാറ്. ഞാൻ തൃശ്ശൂരും പങ്കെടുത്തു. അപ്പൊ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ജോസഫ് സാറിന്. സാർ പ്ലീസ്. അല്ല, കഴിഞ്ഞ വർഷം ആ ഒരു ചടങ്ങിൽ പങ്കെടുത്തു. അതിൻ്റെ അനുഭവം ഇപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്, കൺമുന്നിൽ ഇപ്പോഴും നിഴലിക്കുന്നുണ്ട്. അത്രയ്ക്കും ഒരു ഹൃദയബന്ധം. ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സബ്റ്റിലായിട്ടുള്ളതാണ്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നതാണ് മലയാളികൾ. അതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗായകൻ പി ജയചന്ദ്രൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്വരമാധുരി, ഭാവസാന്ദ്രമായ ശബ്ദം, ഇതൊക്കെയാണ്. പിന്നെ ആ ഒരു എന്താ പറയുക, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ആരാധനയോടെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടു, പഴയതാണ് കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ജയരാജ് വാര്യരാണ് ചോദിക്കുന്നത്, അപ്പോൾ ജയേട്ടൻ്റെ പാട്ടുകൾ മറ്റുള്ളവർ പാടുമ്പോൾ എന്താണ് തോന്നുക? അദ്ദേഹം പറയുന്നത്, അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ പാട്ടുകൾ മറ്റുള്ളവർ പാടി കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനും സന്തോഷം നൽകും എന്ന് കരുതുകയാണ്. ജയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സംസാരിച്ച് കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഇത്രയും വാക്കുകളിൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ ആ പ്രസൻറ്റേഷനിൽ ഒക്കെ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യും. അതിൽ ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം പോലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തും വെട്ടിച്ചുറയെന്ന് പറയുന്ന സ്വഭാവം. പാട്ട് ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അനുരാഗ ഗാനം പോലെയാണ്. അതിപ്പോൾ പാടിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ല പാടിക്കോ. അല്ലേ, ജോസഫ് സാറിന് ഇഷ്ടമുള്ള പാട്ടാണ് പാടേണ്ടത്, നമ്മൾ ഇവിടെ കൊടുക്കുന്ന പാടല്ല. പാടിയോ ആരെങ്കിലും? പാട്ട് എനിക്ക് ഒത്തിരി പാട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നലെ ഞാനൊരു പാട്ട് ഓർത്തിരുന്നു, നീലക്കണ്ണുകളോ എന്ന് പറഞ്ഞൊരു, അതൊരു യുഗ്മഗാനമാണ്. അതെ പാടിയിരുന്നോടെ. പാടിയിരുന്നോ? അതെ ജയരാജ് മാഷ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനാണ്. അതെ നീലക്കണ്ണുകളോ. ജയരാജമാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. പാടിക്കോളൂ, അത് കുഴപ്പമില്ല. ഇഷ്ടമുള്ള ഗാനാണ് പാടേണ്ടത്. എന്റെ ഇഷ്ടമുള്ള ഗാനമായിരുന്നു, അതുകൊണ്ട് ഞാനും അത് പാടിയെന്ന് മാത്രമേ ഉള്ളൂ. സാറ് പാടിക്കോ. ഞാൻ തിരുവാഭരണം പാടാം. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം, പ്രിയദർശിനി നിൻ ജന്മദിനത്തിൽ ഹൃദയം തുടികൊട്ടുന്നു, ധനുമാസത്തിൽ ശിശിരക്കുളിരിൽ തളിരുകൾ മുട്ടിയുരുമ്മുമ്പോ മധുര മനോഹര മാധവലഹരിയിൽ മുഴുകാൻ ലതികകൾ വെമ്പുമ്പോ തളിരടിയട്ടെ
നിൻ ഭാവനകൾ മലരണിയട്ടെ, നിൻ വനികൾ ലാലലാലലാലലാലലാലലാ, ലാലലാലലാലലാലലാലലാ. തിരുവാഭരണം ചാർത്തി വിടർന്നു തിരുവാതിര നക്ഷത്രം. പ്രിയദർശിനി നിൻ ജന്മദിനത്തിൻ ഹൃദയം തുടികൊട്ടുന്നു, ഹൃദയം തുടികൊട്ടുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇനി ഇതില് പങ്കെടുക്കാത്ത പാട്ട് പാടാത്തവരാരൊക്കെയാ? സർ സാർ, ഞാൻ പാടട്ടെ. പാടിക്കോ പാടിക്കോ അദ്ദേഹത്തിന്റെ ലളിതഗാനം ഒരെണ്ണം. പാടിക്കോ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. താരാട്ടിനനുയാത്ര നിദ്രതൻ പടിവരെ താമരമലർമിഴി അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഓക്കെ സർ, താങ്ക് യു. ഭയങ്കര താങ്ക് യു ഇഷ്ടമാണ്. താങ്ക് യു വെരി മച്ച്. മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. അത് നിങ്ങൾ ദൂരദർശനിൽ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ദേവരാജ് മാഷ് വളരെ മനോഹരമായിട്ടാണ് ഈ ഗാനം ജയേട്ടന് പഠിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം ആദ്യം പാടിയപ്പോ പറഞ്ഞു, മോനെ ജയ, ഈ പാട്ട് കേട്ട് കുട്ടി ഉറങ്ങണം, അല്ലാണ്ട് എഴുന്നേറ്റ് ഓടരുത് എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പൊ അതില് തന്നെ എല്ലാം ഉണ്ട് അല്ലെ. ആ പാട്ട് കേട്ട് കുട്ടി ഉറങ്ങാനാണ് തോന്നുന്നത്, അല്ലാണ്ട് ഉറക്കത്തിൽ കുട്ടി ഉണരുകയല്ല വേണ്ടത്. അപ്പൊ അതൊരു വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ജയന്റിനെ ഇഷ്ടപ്പെടുന്ന, മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കൂടിയാണത്. ഈ പാട്ട് വന്ന ആരും ദൂരദർശനിൽ നിന്ന് എഴുന്നേറ്റ് പോകില്ല. അതുപോലെ തന്നെ വേറെയും ഒരുപാട് ഗാനങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ലളിത ഗാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സ്മൃതി തൻ ചിറകിലേറി വരും എന്നൊക്കെ പറഞ്ഞൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാസറ്റുകൾ എടുത്ത് പിന്നെ പറയണ്ട. അദ്ദേഹത്തിന്റെ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ള ഒരു കാസറ്റ് ഉണ്ട്. അതിലാണ് ഏറ്റവും പ്രസിദ്ധമായത് ഭക്തിഗാനങ്ങളൊക്കെ. നെയ്യാറ്റിൻ കരവാഴും കണ്ണാ, ആ പാട്ടൊക്കെ അതിലാണ്. കൂടും പിണികളെ കണ്ണാലൊളിക്കും കൂടൽ മാണിക്യ സ്വാമി. കൂടൽ മാണിക്യ സ്വാമി അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് തന്നെ, ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ ഉള്ളൂ ഈ കൂടൽ മാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഭരതന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ് കൂടൽ മാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള പാട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരമ്പലം ശ്രീവൈകുണ്ഠം അവിടത്തെ സംഗമ പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു പുഷ്പാഞ്ജലി എന്നുള്ളത്. അതിനുശേഷം ഒരുപാട് അയ്യപ്പ ഭക്തി ഗാനങ്ങൾ, ഒരുപാട് ഗാനങ്ങൾ പാടിയിട്ടുണ്ട് അദ്ദേഹം. ഇനി അദ്ദേഹം 1973 തമിഴിലേക്ക് കിടക്കുന്നത്. തമിഴിലേക്ക് കിടക്കുവാനായിട്ട് പ്രധാന കാരണം MS വിശ്വനാഥനാണ്. MS വിശ്വനാഥൻ അദ്ദേഹത്തിന് ഇവിടെ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആദ്യത്തെ പാട്ട് പാടി അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് കിട്ടും, പണിതീരാത്ത വീട് എന്നുള്ള ചിത്രത്തിലെ സുപ്രഭാതം പാടിയിട്ട്. അപ്പൊ അതിനുശേഷമാണ് MSV ആണ് അദ്ദേഹത്തിന് മണിപ്പുയൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് തമിഴിലേക്ക് പോകുന്നത്. തമിഴിൽ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ജൈത്രയാത്രയായിരുന്നു.
1984 ഇളയരാജയുടെ സംഗീതത്തിൽ ഇറങ്ങിയ രാസാത്തി ഉന്നേ എന്നുള്ളൊരു പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ തമിഴിലത്തെ ഏറ്റവും മികച്ച ഒരു 10 ഗാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും രാസാത്തി ഉന്നേ അതിന്റെ ഏറ്റവും മുൻപിലാണ് നിൽക്കുന്നത്. അത്രയും ഹിറ്റായിട്ടുള്ള പാട്ടാണ്. വൈദേഹി കാത്തിരുന്നാൾ എന്നുള്ളൊരു ചിത്രത്തിൽ അതിൽ എല്ലാ പാട്ടുകളും ജയേട്ടനാണ് അതിൽ 4 പാട്ടുകൾ പാടിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പോകും തേടി, ആ പാട്ട് അതിലാണ് പാടി. രാസാത്തിന്റെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ലേ? രാസാത്തിന്റെ കേട്ടിട്ടില്ലേ എല്ലാവരും? രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, പൊഴുതാകി പോച്ച് വിളക്കേന്തിയാച്ച് പൊന്മാനെ ഉന്നെ തേടുത്, രാസാത്തി ഉന്നെ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, കണ്ണക്കൊരു വണ്ണക്കിളി കാതക്കൊരു ഗാനക്കുയി നെഞ്ചക്കൊരു വെഞ്ചിക്കൊടി നീതാനമ്മ, കണ്ണക്കൊരു വണ്ണക്കിളി പാതക്കൊരു ഗാനക്കുയി നെഞ്ചക്കൊരു വെഞ്ചിക്കൊടി നീതാനമ്മ, തത്തിത്തവലും തങ്കച്ചിമിഴേ പൊങ്ങിപ്പെരുകും സംഘത്തമിഴേ മുത്തം തര നിത്തം തര നെഞ്ചത്തിരം, யாரோடு இங்கு எனக்காக என்ன நீதானே கண்ணே நான் வாங்கும் மூச்சே வாழாங்க வேண்டும் வா வா கண்ணே, ராசாத்தி உன்னை കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. അതുപോലെ തന്നെ റാഫിയുടെ ഒക്കെ പാട്ടുകൾ, റാഫിയുടെ, മന്നാടയുടെ, അതുപോലെ തന്നെ മുകേഷിന്റെ ഒക്കെ പാട്ടുകളൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അദ്ദേഹം ഇപ്പോഴും പാടി നടക്കുന്ന പാട്ടുകളാണ്. ഈ മറ്റുള്ള സിനിമക്കാരൊക്കെ വന്നാൽ അദ്ദേഹത്തിനോട് റാഫി സാറിന്റെ ഒക്കെ പാട്ടുകളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് പാടിപ്പിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ഒരു ഗാനരചയിതാവിന്റെ ആരാണ് പാട്ടുകാരൻ. അതായത് വരികളുടെ അർത്ഥം അറിഞ്ഞിട്ട് ആ വരികൾ, കവികൾ എന്താണോ ആ വരികളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് ശ്രോതാക്കൾക്ക് 100% കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കവികളുടെ, അതായത് ഓരോ വരിയിലും എന്താണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് തരും, അത് വ്യക്തമായിട്ട് വരും, അത് വേഗമായിട്ട് പറയില്ല ചെയ്തത്. വളരെ വടിവക്തമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഉണ്ടായത്. അപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ 5 സ്റ്റേറ്റ് അവാർഡാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആദ്യത്തെ 72 സുപ്രഭാതം എന്നുള്ള പാട്ട് പാടിയിട്ട്, 78 രാഗം ശ്രീരാഗം, 99 പ്രായം തമ്മിൽ മോഹം, 2004 നീയൊരു പുഴയായി, അതുപോലെ തന്നെ 2015 ശാരദാംബരം എന്നുള്ളൊരു പാട്ട്. അങ്ങനെ 5 സ്റ്റേറ്റ് അവാർഡ് തമിഴ്നാട്ടിലെ, അല്ല പിന്നെ ദേശീയ അവാർഡ് 1985 ശിവശങ്കര എന്നുള്ള ശ്രീനാരായണ ഗുരുവിന്റെ സിനിമത്തിലെ പാട്ട്. 94 തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് അവാർഡ് കാട്ടാല കാട്ടുവഴി എന്ന് പറഞ്ഞ AR റഹ്മാന്റെ സംഗീതത്തിൽ പാട്ടി പാടിനാണ് അദ്ദേഹത്തിന് തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്. പിന്നെ തമിഴ്നാടിന്റെ കലൈമാമണി അവാർഡ്, അതായത് കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് കലൈമാമണി അവാർഡ്. ആ അവാർഡ് കിട്ടിയിട്ടുണ്ട്. 2020 നമ്മൾ കേരളത്തിന്റെ ഏറ്റവും വലിയ പുരസ്കാരമായ JC ഡാനിയൽ പുരസ്കാരം നൽകി നമ്മൾ ജയേട്ടനെ ആദരിച്ചു. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുരസ്കാരമായിരുന്നു. അപ്പൊ യേശുദാസിനേക്കാൾ കൂടുതൽ കാലം ഇൻഡസ്ട്രിയിൽ സജീവമായിരുന്നത് ജയേട്ടൻ എന്നുള്ളതാണ് ഏറ്റവും. മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹം സിനിമകൾ, ഗാനങ്ങൾ പാടി റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പൊ നമ്മളെ അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്കത് മനസ്സിൽ നിന്ന് മായുന്നില്ല. അദ്ദേഹം നമ്മളെപ്പോഴും വിട്ടുപോയി എന്നുള്ളൊരു സംശയം നമ്മുടെ കൂടെ തന്നെയുണ്ട്. കാരണം നമ്മൾ കേൾക്കുന്ന പ്രഭാതത്തിലെ സുപ്രഭാതമായാലും ഏത് പാട്ടായാലും താരാട്ടുപാട്ടായാലും നമ്മുടെ കാതുകളിൽ കാതരമായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദം, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ, വേറെ ഒന്നും പോയിട്ടില്ല. ഭാസ്കരൻ മാഷ് എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട് അദ്ദേഹം, കാവ്യ പുസ്തകമല്ലോ ജീവിതം. അതില് 2 വരി ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: സന്ദേശരസ മധുരം ഇന്നോ നാളെയോ വിളക്കു കെടും പിന്നെയോ
ശൂന്യമം അന്ധകാരം കാവ്യ പുസ്തകമല്ലോ ജീവിതം, അന്യ കാവ്യ പുസ്തകമല്ലോ ജീവിതം, അതിൽ കണക്കെഴുതാ ഏടുകളെവിടെ. മനോഹരമായിട്ടുള്ളതാ. അപ്പൊ അതില് ആ വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ആസ്വദിച്ചിടണം ഓരോ വരിയും. ആനന്ദ സന്ദേശ രസമുദ്രം. ഇന്നോ നാളെയോ വിളക്ക് കെടും. അല്ലെ, നമ്മൾ ഇന്ന് ജീവിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ച് ജീവിക്കണം. അല്ലെ, ഇന്നോ നാളെയോ വിളക്ക് കിടും. പിന്നെന്താ? ശൂന്യമാം അന്ധകാരം മാത്രമേ ഉള്ളൂ. വളരെ ഓർക്കുമ്പോൾ തന്നെ ജയേട്ടന്റെ സ്വന്തം ജീവിതത്തിലെ ആ ഫിലോസഫി തന്നെയാണ് അദ്ദേഹം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നും. അപ്പൊ മലയാളികളുടെ മനസ്സിലും എന്താ പറയാ, മെലഡിയുടെ നിത്യവസന്തം തീർത്ത ഒരു ഗായകനായിരുന്നു ജയേട്ടൻ എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഞാൻ നിങ്ങളോട് കേൾക്കാൻ പറഞ്ഞ പാട്ടുകൾ, ഇപ്പൊ ഹർഷബാഷ്പം തൂകി, അതുപോലെ തന്നെ ഒന്നിന് ശ്രുതി താഴ്ത്തിപ്പാടി, അതൊക്കെ നിങ്ങൾ പ്രത്യേക രണ്ടാമതൊരു ബുക്ക് കേൾക്കുമ്പോൾ അതിൽ ആ ഇന്ദുമുഖി എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർമ്മയിൽ വരും. അപ്പൊ അദ്ദേഹത്തിന്റെ വാർത്ത കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അദ്ദേഹം പാടിയൊരു പാട്ടിലെ ഒരു 2 വരികളാണ്. അദ്ദേഹത്തിന്റെ, ഞാൻ ജോലി കഴിഞ്ഞ് ജനുവരി 9 ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് ദുഃഖവാർത്ത ആദ്യമായിട്ട് മനസ്സിൽ വന്നത്. ഞാൻ എന്റെ അവസ്ഥ ഏതൊരു അവസ്ഥയായിരുന്നു എന്ന് എനിക്ക് വിവരിക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുന്നില്ല. അപ്പൊ അതെങ്ങനെ ഞാൻ തരണം ചെയ്തു, എങ്ങനെ നേരിട്ടു എന്ന് പറയാൻ വാക്കുകളില്ല. അപ്പൊ എനിക്ക് ആ സമയം തോന്നിയത്, കരയുന്നരാക്കിളിയേ തിരിഞ്ഞൊന്ന് നോക്കിയിടാതെ, കരയുന്നരാക്കിളിയേ തിരിഞ്ഞൊന്ന് നോക്കിയിടാതെ, മധുമാസ ചന്ദ്രലേഖ മടങ്ങും പള്ളി തേരി. മധുമാസ ചന്ദ്രിക, നമ്മുടെയൊക്കെ മലയാളത്തിന്റെ മധുചന്ദ്രികയാണ് ആ പള്ളിത്തേരിയിൽ മടങ്ങിയത് എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വിയോഗം കേട്ടപ്പോൾ മനസ്സിൽ വന്നത്. എത്ര കാലഘട്ടം കഴിഞ്ഞാലും ആ പാട്ടുകളൊക്കെ ഇന്ന് നമ്മൾ മലയാളിയും ഉള്ളിടത്തോളം കാലം, എത്ര സംവത്സരങ്ങൾ കഴിഞ്ഞാലും ജയചന്ദ്രൻ എന്ന കാവ്യഗന്ധർവന്റെ ഗാനങ്ങൾ ഇവിടെയൊക്കെ ഒഴുകിക്കൊണ്ടേയിരിക്കും. സാറേ, മലയാള ഭാഷത്തിനൊന്ന് പാട്. പാടിക്കോളൂ. മലയാള ഭാഷതൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു, കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിൻ പുളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു, കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനിൻ പുളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു, പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗിനിൻ മലർമന്ദഹാസമായി വിരിയുന്നു. താങ്ക് യു സർ. താങ്ക് യു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമ്മുടെ ഇവിടെ നിന്ന് വിട പറയുമ്പോൾ മനസ്സിൽ നമുക്കൊരു എന്താ പറയുക, ഒരു ശൂന്യതയാണ് മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു ശൂന്യത, വളരെ തീവ്രതയും അതുപോലെ തന്നെ വേദനയുമുള്ള. നമ്മുടെ കൺവെട്ടത്തും കാതോരത്തും ഇനി അത്തരത്തിലുള്ള ഒരാൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ നമ്മുടെ കാതുകളിൽ ആ മധുരമായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടാകില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പൊ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഏകാന്തകളിൽ ആ എന്താ പറയാ ചിന്ത വന്ന് നമ്മുടെ മനസ്സിനെയൊക്കെ അങ്ങനെ നോവിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഉറക്കത്തിൽ പോലും ഒന്ന് കൺചിമ്മിയാൽ ആ വ്യക്തിയുടെ മുഖവും അല്ലെങ്കിൽ അദ്ദേഹം പാടിയ ഗാനങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ കാതിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുക. അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ
എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. താഴ്ത്തും കണ്ണിനെ ഒന്നിനി താഴ്ത്തും ശാരദ നിലാവേ, ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുന്ന പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. താങ്ക് യു. ഇനി നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ പാട്ടുകളും സാറേ, ഏതൊക്കെ പാട്ട് പാടിക്കോളൂ. ഈ മാനത്ത് കണ്ണികൾ ഞാനിപ്പോ ജസ്റ്റ് എഴുതിയെടുക്കാൻ കാരണം ഈ പുസ്തകോത്സവത്തിന് കഴിഞ്ഞ വർഷം പോയിട്ടാകുമ്പോൾ ഒരാൾ ഇത് പാടി സാറേ. അതുവരെ സത്യം പറഞ്ഞാൽ ആ പാട്ട് ഞാൻ പാടാറില്ല, എനിക്ക് അറിയില്ല. പക്ഷെ അത് പാടിക്കഴിയുമ്പോൾ അതിന്റെ വരികളെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ വെറുതെ ഞാനിങ്ങനെ വന്ന് നോക്കി കുറച്ചിങ്ങനെ പാടാൻ ശ്രമിച്ചു. അപ്പം സാബു സാറിന്റെ പ്ലാറ്റ്ഫോമിൽ സാബു സാറിന്റെ എല്ലാ അനുവാദത്തോടു കൂട്ടിയിട്ട് ഞാനൊന്ന് പാടാൻ ശ്രമിക്കാം. എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ ഇപ്പൊ 2-3 സ്ഥലത്ത് പാട്ട് പാടി ഓപ്പൺ സ്റ്റേജിൽ. അത് സാബു സാറിന് അറിയാം. പാടട്ടെ സാറേ. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എന്റെ വികാരങ്ങൾ, ആവേശഭരിതങ്ങൾ. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ, നിൻ നുണക്കുഴി പൂമൂടും കുറുനിരകൾ, കാറ്റുവന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു? കാറ്റിനെ ഞാൻ ശപിച്ചു, അതു നിന്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിന്നയനങ്ങൾ, അവയിൽ മുഖം നോക്കും എന്റെ വികാരങ്ങൾ, ആവേശഭരിതങ്ങൾ. പ്രിയ ചുംബനത്തിന്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം, പ്രിയ ചുംബനത്തിന്റെ ചിത്രം പതിഞ്ഞ നിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരം, 1000 ചോടികളാൽ മുഖരാനെന്തിനി ആതിര ചന്ദ്രനെ അനുവദിച്ചു? ചന്ദ്രനെ ഞാൻ ശപിച്ചു, അവൻ നിന്റെ ചെമ്പകമുഖശ്രീയിൽ ഒളിച്ചു. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിന്നയനങ്ങൾ. താങ്ക് യു സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ആള്. സുപ്രഭാതം പാട്ട് പാടട്ടെ. സുപ്രഭാതം. പാടും. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം, നീലഗിരിയുടെ സഖികളെ, ജ്വാലാംബുഖികളെ, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ, അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കിയ അഖിലാണ്ട മണ്ഡല ശില്പി, അഞ്ജനക്കല്ലുകൾ
മിനുക്കിയടുക്കിയ അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ മന്ദിരമേ നിന്റെ നാലു കെട്ടിൻ്റെ പടിപ്പുരമുറ്റത്ത് ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ. ആഹാ ഓഹോ നീലഗിരിയുടെ സഖികളെ ആയിരം താമര തളിരുകൾ വിടർത്തി അരയന്നങ്ങളെ വളർത്തി വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ വനസരോവരമേ വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ നിന്റെ നീലവാർമുടി ചുരുളിൻ്റെ അറ്റത്ത് ഞാൻ എൻ്റെ പൂ കൂടി ചൂടിക്കോട്ടെ. ആഹാ ഓഹോ ആഹാ നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. താങ്ക് യു സർ. താങ്ക് യു. അടുത്ത ഞാൻ ഒരു 2 വരി പാടാം. അനുരാഗഗാനം പോലെ. ഓക്കെ. അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ മലരമ്മൻ വളർത്തുന്ന മന്ദാരവനികയിൽ മധുമാസം വിരിച്ച മലരാണോ മലരമ്മൻ വളർത്തുന്ന മന്ദാരവനിക മധുമാസം വിരിച്ച മലരാണോ മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മഴവില്ലിൻ നാട്ടിലെ കന്യകൾ ചൂടുന്ന മരതക മാണിക്യമണിയാണോ അനുരാഗഗാനം പോലെ അഴകിൻ്റെ അല പോലെ ആരു നീ ദേവതേ. ഓക്കെ, ഇനി ആർക്കും പാടാൻ പാടൂല്ലെങ്കിൽ നമുക്ക് പതുക്കെ നിർത്താം. ഒരു വിഘ്നേശ്വര സ്തുതി കൊണ്ട് ഒരു 4 വരി യെസ് പാടും. പിന്നെ വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാക്കൽ ഉടയ്ക്കുവാൻ വന്നു തുമ്പിയും കൊമ്പും കൊണ്ടടിയന്റെ മാർഗം തമ്പുരാനെ തടയല്ലേ ഏകദന്ത കാക്കണമേ നിയതം വിഘ്നേശ്വര ജന്മ നാളികേരം നിന്റെ തൃക്കാക്കൽ ഉടയ്ക്കുവാൻ വന്നു. താങ്ക് യു സർ. താങ്ക് യു. അത് പുഷ്പാഞ്ജലിയിലത്തെ പാട്ടാണ്. പുഷ്പാഞ്ജലി ഞാൻ നേരത്തെ പരാമർശിച്ചില്ലേ, പുഷ്പാഞ്ജലി എന്നുള്ളൊരു കാസറ്റ്, അതിലത്തെ പാട്ടാണ്. നെയ്യാറ്റിക്കര വാഴും കണ്ണ ഗുരുവായൂരമ്പലം ശ്രീ വൈകുണ്ഠം എന്നൊക്കെ പറഞ്ഞു അതിലത്തെ ആ കാസറ്റിലെ പാട്ടാണ് മനോഹരമായിട്ട് പാടും. ഇനി ആർക്കെങ്കിലും പാടാനുണ്ടെങ്കിൽ പാടാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ നിൻമണിയറയിലെ പാടുക. പാടും പാടിക്കും. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനിരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിൻദേഹമലർവല്ലി എന്നുമെൻ വിരിമാറിൽ പടരുമല്ലോ. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനിരാളമായി ഞാൻ
പുഷ്പശലഭമായി ഞാൻ പറന്നുവെങ്കിൽ ശൃംഗാരമധൂറും നിൻരാഗപാനപാത്രം എന്നും എന്നധരത്തോടടുക്കുമല്ലോ നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീലനീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദനമണമൂറും നിന്ദേഹമലർവല്ലി എന്നും വിരിമാറിൽ പടരുമല്ലോ. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു. സാറേ അതുപോലെ അർത്ഥമുള്ള പാട്ടാണ് വിണ്ണിലിരുന്നുറങ്ങുന്നത്. അത് വളരെ മനുഷ്യന്മാരെ ചിന്തിപ്പിക്കുന്ന ഒരു പാട്ടാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആരെങ്കിലും ഉണ്ടോ? കരിമുകിൽ കാട്ടിലെ രണ്ടുപേര് പാട്ട് സർ. പാടി. കരിമുകിൽ കാട്ടിലെ കദളി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി കരയുന്ന രാക്കിളിയേ തിരിഞ്ഞൊന്നു നോക്കിയിടാതെ ചക്രവാകമാകെ നിന്റെ ഗദ്ഗദം മുഴങ്ങിടുന്നു കരിമുകിൽ കാട്ടിലെ കദളി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. പാടി വന്നപ്പോ എനിക്ക് വരികൾ ഓർമ്മയില്ലാണ്ട് പോയി സാർ. ഓക്കെ, താങ്ക് യു സാറേ. വിണ്ണിലിരുന്നിറങ്ങുന്നതിന്റെ കുറച്ച് ഒരു പാടട്ടെ? പാടു പിന്നെ. വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാര് ഇപ്പോൾ അന്ധനാര് അന്ധകാര പരപ്പിതിൽ അന്ധനാര് ലക്ഷ്യമേതുമറിയാത്ത ജീവിതത്തിൻ പാതയിൽ തപ്പി തടയുന്നു നിഴലുകൾ കത്തി ജ്വലിക്കുന്നു കതിരവനെങ്കിലും നട്ടുച്ചയുമിന്നിവർക്ക് പാതിരാ നട്ടുച്ചയുമിന്നിവർക്ക് പാതിരാ വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ മായാമരീചികയിൽ മനസ്സിലെ ആശകളാൽ മാളിക കെട്ടുന്നു മാനവൻ കാലത്തിൻ കയ്യിലുള്ള പീലിയൊന്നഴിയുമ്പോൾ കാണുന്നു മുന്നിൽ വെറും ശൂന്യത കാണുന്നു മുന്നിൽ വെറും ശൂന്യത വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ മണ്ണിതിൽ ഇഴയുന്ന മനുഷ്യനോ അന്ധനാര് ഇപ്പോൾ അന്ധനാര് അന്ധകാര പരപ്പിതിൽ അന്ധനാര്. താങ്ക് യു സർ. ജോർജ് സാർ വന്നുണ്ടല്ലോ. ജോർജ് സാർ. ഓക്കെ, വേറെ ആരെങ്കിലും പാടൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, 8:30 ഓക്കെ. അപ്പോൾ ഷാബു സാർ, താങ്ക് യു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവലോകനമായിരുന്നു. എല്ലാ പാട്ടുകളിലൂടെ നമ്മൾ കടന്നുപോയി.
ജയചന്ദ്രൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമ്മൾ ഷാബു സാറിലൂടെ കേട്ടു. താങ്ക് യു വെരി മച്ച്. അപ്പം എല്ലാവർക്കും പാട്ടുപാടിയതിനും ഓർമ്മകൾ പുതുക്കിയതിനും ആദരാഞ്ജലികൾ അർപ്പിച്ചതിനും ഒക്കെ നന്ദി. സാറേ, സാർ പറയും. എനിക്ക് പാട്ട് അല്ലാതെ അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പാടാതിരുന്നത്. എന്നാലും മഞ്ഞലയിൽ മുന്നിങ്ങി തോക്കി രണ്ട് ലൈൻ അങ്ങ് പാടിക്കും. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ സാറേ എനിക്ക് നന്നായി അറിയില്ല, ഞാനിങ്ങനെ നോക്കി പാടും, വായിക്കുന്നേ ഉള്ളൂ. നോക്കട്ടെ, നോക്കി പാടാവുന്ന പറഞ്ഞത് മനോഹരമായിരുന്നു ഷാബു സാർ, പറയാതിരിക്കാൻ വയ്യ. ഗംഭീരം. ഞാൻ തുടക്കം മുതൽ ഒടുക്കം വരെ മുഴുവൻ കേട്ടു, ആസ്വദിച്ചു. ഞാൻ കണ്ടില്ല, സാറിനെ കണ്ടില്ല കേട്ടാ. ഇല്ല. ഏതാ പാട്ടാ പാടുന്നത് സാർ? ഇതിനേതാ വേണ്ടേ? അയ്യോ പറയല്ലേ. സന്ധ്യയ്ക്ക് എന്തിനു സിന്ദൂരം. ആയിക്കോട്ടെ. പാടി. സന്ധ്യയ്ക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിനു വൈഢൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. സന്ധ്യയ്ക്കെന്തിനു സിന്ദൂരം, ചന്ദ്രികയ്ക്കെന്തിനു വൈഢൂര്യം, കാട്ടാറിനെന്തിനു പാദസരം, എൻ കൺമണിക്കെന്തിനാഭരണം. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഈ കറക്റ്റ് പാടാവുന്ന ഒരു പാട്ടായത് കേട്ടോ. ജോർജ് സാറേ, ഈ പാട്ടൊക്കെ ജോർജ് സാർ, ഈ പാട്ടൊക്കെ ഇടയ്ക്ക് പുള്ളിക്കാരത്തേക്ക് ഒന്ന് പാടി കൊടുക്കട്ടാ. കേട്ടോണ്ടിരുന്നു, ഇവിടെ അടുത്തുണ്ട്. അതല്ല സാബു സാറും പാടിയതല്ല ഈ പാട്ടുണ്ടല്ലോ സാറേ. നമ്മളെ പണ്ട് ഇവിടെയുള്ള ഒരാള് സ്വർണം പണയം വെക്കാൻ വേണ്ടിയിട്ട് ഭാര്യയോട് ചോദിച്ചിട്ട്, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ല പാട്ടിന്റെ വരികളിലൂടെ അവരെ വീഴ്ത്താൻ പറ്റുന്ന പറയുന്നത്. അപ്പൊ സ്വർണം പണയം വെക്കാൻ അവസാനം കൊടുത്തത് ഈ പാട്ട് പാടിയിട്ടാന്ന് പറയുന്നത്. കോമഡി. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. ഗുഡ് നൈറ്റ്, സീ യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ. താങ്ക് യു സോ മച്ച്. ജോർജ് സാർ, ഗുഡ് നൈറ്റ്.